ഒരവസരം ഈ ദിവസം തന്നെ എനിക്ക് നൽകിയ ആ ഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ ഞാൻ വീണ്ടും നമസ്കരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നൽകിയിട്ടുള്ള പിണ്ടനന്ദിയിലേക്ക് കടന്നു പോകാം. നമ്മൾ എന്ത് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയാലും അവിടെ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. നമ്മൾ പ്രാർത്ഥന വിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മളിവിടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥന ചൊല്ലി. അപ്പം അതിനകത്ത് നമ്മൾ ചൊല്ലി ഭാവബന്ധമോടു സത്യരൂപനാം ദേവാ നിൻ മഹിമയാർന്ന കോവിലിൽ ഭാവന പ്രഭയേഴും വിളക്കിതാ സാവധാനം അടിയൻ കൊളുത്തിനേൻ. ആരാ കൊളുത്തിയ? അടിയൻ. ഈ അടിയൻ ആ വിളക്ക് കൊളുത്തിയിരിക്കുന്നു. അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം അല്ലേ, അതെൻ്റെ മെയ്യിൽ എത്തിച്ചേരാൻ, എൻ്റെ ശരീരത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പം എന്തിനായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അപേക്ഷയല്ലേ? ഇനി പ്രാർത്ഥിച്ചത് അപേക്ഷയാണ്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രകർഷേണയുള്ള അർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ഞാൻ ഭഗവാനോട് അപേക്ഷിച്ചു, ഭഗവാനെ ഞാനിതാ ദീപം കൊളുത്തുന്നു, അതിൽ നിന്നൊരല്പം പ്രകാശം. ദീപം എന്ന് പറയുമ്പോൾ ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് പ്രകാശം പകർന്നു തരുന്നല്ലേ. അപ്പം നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ജ്ഞാനം പകർന്നു തരുന്ന ഈ മഹായജ്ഞത്തിൽ ഭഗവാനെ ഒരല്പം അറിവെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നിവിടെ പിണ്ടനന്ദി എന്ന കൃതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ പിണ്ടനന്ദി എന്ന കൃതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഗുരുദേവൻ നമുക്കൊരു കൃതി ഇവിടെ നൽകിയിട്ടുണ്ട്, കോലധീരശസ്തവം. കോലധീരശസ്തവത്തിൽ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വരി, അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ദാരിദ്ര്യ മഹാദുഃഖം അണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു വസിക്കുവാൻ. അപ്പോൾ സുജനാനാം ചാരത്തു വസിക്കുവാനുള്ള ഭാഗ്യമാണ് ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ 30 ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നതും സുജനാനാം ചാരത്തല്ലേ, സജ്ജനങ്ങളോടൊത്തിരുന്നു കൊണ്ട് നമുക്ക് വസിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ആര് തന്നിരിക്കുന്നു? കോലത്തുകര മഹാദേവനോട് ഭഗവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയൊരു വരദാനമാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 30 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സുജനാനാം ചാരത്ത് വസിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന അറിവ് നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നു. നമ്മൾ ഈ അറിവെല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ അറിവിനെ നമ്മൾ തിരിച്ചറിയുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകി ഗദ്യപ്രാർത്ഥന. കോലത്തുകരയുടെ തിരുമുറ്റത്ത് വെച്ച് നമുക്ക് നൽകിയത് ഗദ്യപ്രാർത്ഥന. ലോകത്ത് നമുക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണല്ലേ. എന്താണ്? നമ്മുടെ ഭഗവാന്റെ തിരുമുറ്റത്ത് വെച്ച് ചൊല്ലിക്കൊടുത്തതാണ് ഈ ഗദ്യപ്രാർത്ഥന. ഗദ്യപ്രാർത്ഥനയിൽ എന്താ ഗുരുദേവൻ പറഞ്ഞു തന്നിരിക്കുന്നത്? കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അപ്പം നമ്മളെല്ലാ പേരും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, നാം ശരീരമല്ല അറിവാകുന്നു. അപ്പോൾ ഈ അറിവിനെ നമുക്ക് എങ്ങനെ കണ്ടെത്തണം? ഗുരുദേവൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ട? പ്രാർത്ഥനയിൽ ഗുരുദേവൻ പറഞ്ഞു നിൽക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള കൃതികളിൽ ഒരു പ്രാർത്ഥനയാണല്ലേ. ഏതാണ് പ്രാർത്ഥന? ഗദ്യപ്രാർത്ഥന. ഗദ്യപ്രാർത്ഥന കിട്ടിയതോ കോലത്തുകരയുടെ തിരുമുറ്റത്ത് വെച്ച് ഗുരുദേവൻ ചൊല്ലിക്കൊടുത്തത് എഴുതിയെടുത്തുകൊണ്ടാണ് നമുക്ക് ഗദ്യപ്രാർത്ഥന കിട്ടിയിരിക്കുന്നത്. ആ ഗദ്യപ്രാർത്ഥനയിൽ ഗുരുദേവൻ പറഞ്ഞു തന്നിരിക്കുകയാണ്, നാം ശരീരമല്ല അറിവാകുന്നു. അപ്പോൾ ആ അറിവിനെ നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി ഗുരുദേവൻ അതിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ധ്യാനിക്കണം. അപ്പം നമ്മൾ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരല്പം ധ്യാനിക്കണം. അപ്പോൾ പിണ്ടനന്ദിയിലേക്ക് കടന്നു പോകുന്നതിന് മുന്നേ നമുക്ക് ഒരല്പം ധ്യാനിക്കാം. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് കൃതിയിലാണ്? ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തില് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ കൃതികൾ പഠിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്
എന്താണ് നമുക്ക് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്തെന്ന് നമ്മൾ അറിയണം. ആ പ്രാർത്ഥനയിൽ ഗുരുദേവൻ എന്തൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ആ പ്രാർത്ഥനയിൽ പറഞ്ഞു തന്നിരിക്കുന്ന എന്തെന്ന് അറിയുമ്പോൾ നമ്മൾക്ക് ഗുരുദേവൻ തന്നിട്ടുള്ള ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം നമ്മളൊന്ന് പഠിച്ചു നോക്കുക. അത് പഠിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് കൃതികളിലേക്ക് ഇറങ്ങി ചെല്ലണം. ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്ത് മുജ്ജലിക്കും കരുവിനു കണ്ണുകൾ 5 മുള്ളടക്കി തെരുതരെ വീണ് വണങ്ങി ഓതിടേണം. അപ്പം 100 നമുക്ക് നമ്മുടെ ആത്മാവിന്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിനെ കണ്ടെത്തുവാൻ വേണ്ടി ഭഗവാൻ നൽകിയിട്ടുള്ള ആ 100 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം നമ്മൾ പഠിക്കണം. എന്ത് പഠിക്കണം? എന്താണ്? നമ്മൾ ധ്യാനിക്കാൻ പഠിക്കണം. പഠിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. ആ കരുവിനെ നമ്മൾ കണ്ടെത്തുക. ഈ കരുവിനെ കണ്ടെത്തിയാൽ മാത്രമേ ഗുരുദേവ കൃതികളിലൂടെ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ഗുരുവിൻ്റെ ഹൃദയഭാഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഗുരു എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഗുരുവിൻ്റെ ദർശനം എന്താണ്? ആ ദർശനത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള വഴിയേ സഞ്ചരിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പോയി നമ്മൾക്കിങ്ങനെ ഇരുന്നിട്ട് അത് പഠിക്കാം, നമുക്കിത് പഠിക്കാം എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് പഠിക്കും. പക്ഷേ ഇതിൽ കൂടെ നമുക്ക് ഗുരുവിൻ്റെ ഹൃദയഭാഷ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കില്ല. ഗുരുവിൻ്റെ ദർശനം നമുക്ക് അറിയണമെങ്കിൽ ഗുരു പറഞ്ഞ ആ വഴിയേ തന്നെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ ഗുരുദേവൻ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള വഴി എന്താണ്? ഇതിലേക്ക് നമുക്ക് നമ്മളെ തിരിച്ചറിയുവാൻ വേണ്ടി ഗുരു നമ്മളെ പറഞ്ഞിട്ടുണ്ട്, ധ്യാനിക്കണം. 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നോക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഈ പിണ്ടനന്ദിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിക്കാം. കാര്യം എന്തുകൊണ്ടാണ്? പല ശബ്ദങ്ങളും ഇങ്ങനെ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ ശ്രദ്ധ അതിലൊന്നും വിടാതെ നമ്മുടെ ഈ പിണ്ടനന്ദിയിലേക്ക് ശ്രദ്ധിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക. 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പതിയെ ഒന്ന് നിവർന്നിരിക്കുക. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. കണ്ണുകൾ പതിയെ അടയ്ക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. 2 പുരികങ്ങൾക്ക് മധ്യത്തിൽ, പുരികങ്ങൾക്ക് മധ്യത്തിലേക്ക് നമ്മുടെ അകക്കണ്ണുകൾ കൊണ്ട് നോക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റു ശബ്ദങ്ങളെന്നും നിങ്ങൾ വെറുക്കരുത്. ആ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നെങ്കിൽ ആ ശബ്ദത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് പതിയെ 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 നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ ശ്വാസം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. പതിയെ കണ്ണുകൾ തുറക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. പതിയെ കണ്ണുകൾ തുറക്കുക. ഇത്രയേ ഉള്ളൂ അല്ലേ? നമുക്ക് ഭഗവാൻ നമ്മെ തിരിച്ചറിയുവാൻ വേണ്ടി ആ മാർഗം എന്താണ്, അതിൻ്റെ വാതിൽ എന്താണ് എന്ന് ഇവിടെ കാട്ടിത്തരുകയാണ്. എന്താണ്? 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ദിവസവും നിങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ധ്യാനത്തിലിരിക്കുക. നമ്മുടെ മറ്റു സമുദായത്തിൽ പള്ളിയിൽ നമ്മൾ പോകാറുണ്ടല്ലേ? എല്ലാ ആഴ്ചയിലും പോയി മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 5 നേരം നിസ്കാരമുണ്ട്. പക്ഷെ നമ്മൾ ഭഗവാൻ പറഞ്ഞു തന്ന വഴിയെ നമ്മളൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ദിവസവും നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മളിൽ പരിവർത്തനമുണ്ടാകും. കാര്യം എന്തുകൊണ്ടാണ്? ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ആ വഴിയെ സഞ്ചരിക്കുവാൻ വേണ്ടി. അങ്ങനെ ആ വഴിയിലൂടെ സഞ്ചരിച്ചിങ്ങനെ പോകുമ്പോഴാണ് ഗുരുവിൻ്റെ ദർശനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ ഹൃദയസ്പന്ദനവുമായി ഇത് ചേരും. അങ്ങനെ ഹൃദയസ്പന്ദനവുമായി ചേരുമ്പോൾ നമുക്ക് ഈ ദർശനങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വരുവാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഉള്ളിലെ ഭഗവാനെ, നീ ഞങ്ങളുടെ ഉള്ളിൽ ഈ ദർശനങ്ങൾ ഞങ്ങൾക്ക് കാട്ടിത്തന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഗുരുദേവ കൃതികളിലൂടെ കടന്നു പോകുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് പിണ്ടനന്ദിയിലേക്ക് നമ്മൾ കടക്കുന്നു. ഗർഭ
ഗർഭത്തിൽ വച്ചു ഭഗവാനടിയന്റെ പിണ്ടം വേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നു അടിയനൊക്കെയും അങ്ങ് ശംഭോ. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം, നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചല്ലേ, അടിയന്റെ ഉള്ളിലേക്ക് ഈ പ്രകാശം തരണേ, ഈ അടിയന്റെ പിണ്ഡം അല്ലേ, അടിയൻ ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എമ്പേരും എല്ലായ്പ്പോഴും എന്ത് ചെയ്തു? ഗർഭത്തിൽ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ചപ്പോൾ ആ ഉദരത്തിൽ എല്ലായ്പ്പോഴും ഭഗവാൻ സംരക്ഷിച്ച് നമ്മളെ വളർത്തിയിരിക്കുകയാണല്ലേ. ഈ അടിയനെ ആ ഗർഭത്തിൽ ആ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എല്ലായ്പ്പോഴും സംരക്ഷിച്ച് വളർത്തിയിരിക്കണം. ആ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്ന? ഗർഭത്തിൽ വച്ച്, ഗർഭത്തിൽ കിടക്കുന്ന അവസരത്തിൽ അടിയന്റെ പിണ്ടത്തെ, ഭ്രൂണത്തെ എപ്പോഴും എല്ലായ്പ്പോഴും അല്ലേ, എല്ലാ തരത്തിലും അൻപോട് കാരുണ്യത്തോടുകൂടി വളർത്തിയെടുത്ത കൃപാലുവല്ലി, കൃപാലുവാണ്, കൃപയുള്ളവനാണ്, വളർത്തിയെടുത്ത കൃപയുള്ളവനാണ് ഭഗവാൻ. അവിടുന്ന് കൽപ്പിച്ച പോലെ, അങ്ങ് തീരുമാനിച്ച പോലെ മാത്രമേ വരുമെന്ന്. അപ്പോൾ അങ്ങ് തീരുമാനിക്കുന്നത് പോലെ, അങ്ങ് കൽപ്പിക്കുന്നത് പോലെ മാത്രമേ വരുമെന്ന്, എല്ലാം സംഭവിക്കുകയുള്ളൂ എന്ന് നനച്ചു കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട്, കൽപ്പിച്ച പോലെ, അങ്ങ് കൽപ്പിക്കുന്നത് പോലെ എല്ലാം നടക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട്, അത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയും അങ്ങ് ശംഭോ. ഇത് അർപ്പിച്ചിടുകയാണ് ഭഗവാന്റെ മുമ്പിൽ. നമ്മളെ അർപ്പിക്കണം. ഈ നമ്മളെ അർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ദർശനം വരുന്നത്. നമ്മളെ അർപ്പിക്കാതിരുന്നാൽ ദർശനം വരുമോ? ഇല്ല. അപ്പം നമ്മൾ അങ്ങോട്ട് അർപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തായി മാറണം? നമ്മൾ ദൈവമാണ് എന്ന അറിവാണ് എന്ന ആ ബോധം നമ്മളിലേക്ക് വരണം. അതാണ് ഭഗവാൻ പറയുന്നത്, ഈശ്വരനെ തേടി ഒരു സ്ഥലത്തും പോകണ്ട. ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? അവനവന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഈശ്വരനെ തേടി എവിടെ പോകുന്നു? എന്തിനാണ് നിങ്ങൾ ഈശ്വരനെ തേടി നടക്കുന്നത്? ഈശ്വരൻ അവനവന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. ഗദ്യപ്രാർത്ഥനയിൽ ഭഗവാൻ പറഞ്ഞു നിൽക്കുന്നത്, നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അറിവിനെ നമ്മൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നില്ല. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്തുവാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്ന വഴിയെ സഞ്ചരിച്ചു കൊണ്ട് നമ്മൾ ആ അറിവിനെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ ഗർഭത്തിൽ വെച്ചു നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, ആരും ചിന്തിക്കാത്ത ആ തലത്തിലേക്ക് ഗുരുദേവൻ നമ്മളെ കൊണ്ട് എത്തിക്കുവാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് ഗുരുദേവൻ കൊണ്ട് പോകാൻ പോകുന്നത്? അമ്മയുടെ ഉദരത്തിലേക്ക് അല്ലേ, അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാൻ അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്? ഭഗവാനെ, ആ ഗർഭത്തിൽ വെച്ച് ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഭഗവാനെ അങ്ങ് കൽപ്പിച്ച പോലല്ലാതെ ഒന്നും നടക്കില്ല എന്ന് നമുക്കറിയാം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? എന്നെ ഇതാ അർപ്പിക്കുകയാണ് അങ്ങ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്നെ അർപ്പിക്കുന്നു ഭഗവാനെ. അപ്പൊ ഗർഭത്തിൽ വച്ച് ഭഗവാൻ അടിയന്റെ പിണ്ഡം, ഗർഭത്തിൽ കിടക്കുന്ന അവസരത്തിൽ അടിയന്റെ പിണ്ഡത്തെ എമ്പേരും അൻപട് വളർത്ത കൃപാലുവല്ലി, എല്ലാ തരത്തിലും കാരുണ്യത്തോടു കൂടി വളർത്തിയെടുത്ത കൃപാലുവാണല്ലോ. കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അങ്ങ് തീരുമാനിക്കുന്നത് പോലെ മാത്രമേ
എല്ലാം സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയും അങ്ങ് ശംഭോ. ഈ അടിയൻ സകലതും അവിടുത്തെ മുമ്പിൽ അർപ്പിച്ചിടുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ശ്ലോകം. അടുത്ത രണ്ടാമത്തെ ശ്ലോകം. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനന്ന് മൃദു നൽകി വളർത്ത ശംഭോ. അപ്പം നമ്മളെന്തായാലും നമ്മുടെ ശരീരത്തെ അടിയൻ ഭഗവാന്റെ മുമ്പിലെല്ലാം അർപ്പിച്ചു. അപ്പം നമ്മുടെ ഈ ശരീരം എങ്ങനെ ആയിരിക്കും ഉണ്ടായത്? ഈ ശരീരം എങ്ങനെ, ഈ സ്ഥൂലത്തെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഭഗവാൻ പറഞ്ഞു തരികയാണ്. എന്താണ്? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ഈ ശരീരം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതം. എന്തൊക്കെയാണ് ആ ഭൂതങ്ങൾ? മണ്ണ്, ജലം, കനല്, അമ്പരമോട്, കാറ്റും. എന്തൊക്കെയാണ്? മണ്ണെന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, കനല് അഗ്നി, കാറ്റ് വായു, അമ്പരം ആകാശം. അപ്പൊ 5 ഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ശരീരം. ഭഗവാൻ പറഞ്ഞു തരാണ്, മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി. എന്താണ് എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തിയത്? ഒരു രൂപത്തെ ഉണ്ടാക്കുമ്പോൾ കൃത്യമായ അളവിൽ അതിനെ എണ്ണിപ്പിടിച്ച് അറയിലിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഇട്ടു. കൃത്യമായ അളവില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ കൂടിപ്പോകും, അല്ലേ? അപ്പം കൃത്യമായ അളവിൽ ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ എടുത്ത് എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി. അവിടെ എന്താണ് ആദ്യം ചെയ്തത്? അവിടെ അഗ്നി കൊളുത്തി. അഗ്നി അവിടെ കൊളുത്തി, അല്ലേ? അപ്പോൾ 5 ഭൂതങ്ങൾ ഏതാണ്? മണ്ണ്, ജലം, കനല്, അമ്പരമോട്, കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി. ഈ 5 ഭൂതങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വിരലുകളിൽ തന്നെ ഉണ്ട്. എന്താ? 5 വിരലുകളുണ്ടല്ലേ? ഈ വിരലുകളിൽ ഏതൊക്കെയാണ് ആ വിരലുകളെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇത് ജലത്തെ സങ്കല്പിക്കുന്ന വിരലാണ്. ഇത് ഭൂമിയെ സങ്കല്പിക്കുന്ന വിരൽ. ഇത് ആകാശത്തെ സങ്കല്പിക്കുന്ന വിരൽ. ഇത് വായുവിനെ സങ്കല്പിക്കുന്ന വിരൽ. ഇത് അഗ്നിയെ സങ്കല്പിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ കൃത്യ അളവിലെടുത്ത് കൂട്ടിക്കുഴച്ച് കണ്ണ് വെക്കേണ്ടടുത്ത് കണ്ണും, മൂക്ക് വെക്കേണ്ടടുത്ത് മൂക്കും, ചെവി വെക്കേണ്ടടുത്ത് ചെവിയും, നാക്ക് വെക്കേണ്ടടുത്തൊക്കെ വെച്ചു. എന്തൊക്കെ വെച്ചു? പഞ്ച ഇന്ദ്രിയങ്ങളെ നമുക്കൊന്ന് വെച്ച് തന്നു. ഈ പഞ്ച ഇന്ദ്രിയങ്ങളൊക്കെ വെച്ച് തന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ അവയവങ്ങളെയും കൃത്യമായി അത് ഘടിപ്പിക്കേണ്ട സ്ഥലത്തെല്ലാം ഘടിപ്പിച്ചു തന്നു, അല്ലേ? അപ്പൊ കൃത്യമായി അതെല്ലാം ആ അളവിൽ അവിടെ ചെയ്ത് തന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാണുന്നത്, കേൾക്കുന്നത്, ഭക്ഷിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്യുകയാണ്. ഇതിനുള്ള അവസരം ആരൊരുക്കി തന്നു? ഭഗവാൻ നമുക്കൊരുക്കി തന്നു. എന്ത് ചെയ്തു? 5 വാതിലവിടെ തുറന്നു വെച്ച് തന്നു ഇതിനെല്ലാം വേണ്ടിയിട്ടല്ലേ? അപ്പൊ 5 ഇന്ദ്രിയങ്ങളെ നമുക്ക് തന്നുകൊണ്ട് ഭഗവാൻ നമ്മളെ ആ ഗർഭപാത്രത്തില് അമ്മയുടെ ഗർഭപാത്രത്തിൽ സംരക്ഷിച്ച് വളർത്തി ഇതാ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഓരോ ശ്ലോകത്തിലും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പം നമ്മളത് എന്താണ് നമ്മുടെ ശരീരം എന്ന് മനസ്സിലായല്ലേ? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അതിനെ കൃത്യമായ അളവിലെടുത്ത് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇത്രയും ഭംഗിയായ ഒരു രൂപമൊക്കെ നമുക്ക് നൽകി കൊണ്ടുവന്നത് ആ ശംഭുവാണ്, ആ ഭഗവാനാണ്. അപ്പോൾ മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും, പൃഥ്വി, ജലം, അഗ്നി, ആകാശം, വായു എന്നീ പഞ്ചഭൂതങ്ങള് എണ്ണിപ്പിടിച്ച് കൃത്യമായ കണക്കനുസരിച്ച് കൂട്ടിച്ചേർത്ത് അറയിലിട്ട്
ഒരു ഇരുട്ടറയിലിട്ട് അജ്ഞേയമായ ഒരു മണ്ഡലത്തിൽ അഥവാ ഗർഭപാത്രത്തിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുട്ടറയാണല്ലേ, ആ ഇരുട്ടറയിലേക്ക് ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്ത്, അവിടെ ഇരുട്ടറയിൽ ഇട്ടിട്ട് ഭഗവാൻ അവിടെ എരി കൊളുത്തി. ആ ഇരുട്ടിനെ മാറ്റി അവിടെ ഭഗവാൻ അല്ലേ, അവിടെ എന്ത് ചെയ്ത്, എരി കൊളുത്തി, എരിയും കൊളുത്തി, ചേതനയുടേതായ തീയും അവിടെ കൊളുത്തി വെച്ചു. ദണ്ഡപ്പെടുത്തും, തീവ്രമായ ആ വേദനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ദേവതയിങ്കൽ നിന്ന്, ആ മായാദേവതയിൽ നിന്ന് അല്ലെ, ഇതെല്ലാം സംരക്ഷിച്ചു വെക്കുന്ന ഒരു മായാദേവത ഉണ്ട്, ഒരു മായാശക്തി അവിടെ ഉണ്ട്. ആ ദണ്ഡപ്പെടുത്തുന്ന ഒരു മായാശക്തി, ആ ശക്തിയിലേക്ക് തള്ളിവിടാതെ, അതിലേക്ക് ഇടാതെ അല്ലേ ഭഗവാൻ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? എൻ പിണ്ടത്തിന്, ഭ്രൂണാവസ്ഥയിൽ കിടക്കുന്ന എനിക്ക്, എൻ്റെ ആ പിണ്ടം, എൻ്റെ ശരീരം ആ സമയത്ത് ഭ്രൂണാവസ്ഥയിൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അമൃത് നൽകി വളർത്തുക, അതിന് വളരണമല്ലോ. അപ്പൊ അതിനെന്താണ്? അമൃത് നൽകി മരണം സംഭവിക്കുവാൻ ഇടയായില്ല എന്ന് മാത്രമല്ല, എനിക്ക് അമൃതത്വം നൽകുക കൂടി ചെയ്ത് വളർത്തിയെടുത്തത് ആരാണ്? ആ ശംഭുവാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ആ ശംഭുവാണ്. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും, ഭൂമി ജലം അഗ്നി അമ്പരം വായു എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി, കൃത്യമായ കണക്കനുസരിച്ച് കൂട്ടിച്ചേർത്ത് ഒരു ഇരുട്ടറയിലിട്ട്, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് അതിൽ ഈശ്വര ചൈതന്യം കലർത്തി അതിൽ തീയും കൊളുത്തി. ദണ്ഡപ്പെടുത്തും ഒരു ദേവതയെങ്കിൽ, തീവ്രമായ വേദനയ്ക്ക് വിധേയമാക്കുന്ന മായാശക്തിയിൽ നിന്നും പിണ്ടത്തിനന്ന് അമൃത് നൽകി വളർത്ത ശംഭോ, ആ ഭ്രൂണാവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് മരണം സംഭവിക്കുവാൻ ഇടയാകാതെ അമൃതത്വം നൽകി വളർത്തിയ ഭഗവാനെ, ശംഭുവേ. അപ്പൊ രണ്ടാമത്തെ ശ്ലോകം മനസ്സിലായോ? അടുത്ത് മൂന്നാമത്തെ ശ്ലോകം. കല്ലിനകത്തുകൂടി വാഴും ഒരൽപ്പജന്തു, ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു, അല്ലിക്കുടത്തിനമരുന്നമരേന്ദ്രനും മറ്റെല്ലാരുമിങ് ഇതിലിരുന്നു വളർന്നിടുന്നു. അപ്പോ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരാണ്, കല്ലിനകത്ത് കുടിവാഴും ഒരൽപ്പജന്തു. ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു ജീവികളൊക്കെ ഉണ്ടാവുമല്ലോ, കൊച്ചു ജീവി, സൂക്ഷ്മമായിട്ടുള്ള ജീവികളൊക്കെ. അപ്പൊ ആ കല്ലിനകത്ത് കുടിവാഴും ഒരൽപ്പജന്തു, ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു. എന്താണ് അറിയിച്ചിടുന്ന? അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും, അല്ലിക്കുടത്തിൽ, താമരയുടെ അല്ലിക്കുടത്തിലല്ലേ, താമരയിലൂടെ അകത്തിരിക്കുന്ന അമരേന്ദ്രനും, അതായത് ബ്രഹ്മാവിനെയും സങ്കല്പിക്കുന്നുണ്ട്, ദേവേന്ദ്രനെയും പറയുന്നുണ്ട്. ദേവേന്ദ്രനെ ഒളിച്ചിരുന്നതും ഈ അല്ലിക്കുടത്തിൽ എന്നാ പറയുന്നത്. അപ്പോൾ രണ്ടും പറയാം, ബ്രഹ്മാവിനെയും പറയാം. ആ അല്പമായ ഒരു സൂക്ഷ്മമായ കല്ലിനിടയിൽ ഇരിക്കുന്ന ആ ഒരു ജീവിയും, അത് മുതല് അങ്ങ് ബ്രഹ്മാവ് വരെ, ഈ അല്ലിക്കുടത്തിലിരിക്കുന്ന അമരേന്ദ്രൻ വരെ ആരുടെ കൃപയാലാണ് ജീവിക്കുന്നത്? ആ ഭഗവാന്റെ, ആ ശംഭുവിന്റെ കൃപയാലാണ് ജീവിക്കുന്നത്. അതാണ് ഇവിടെ കല്ലിനകത്ത് കൂടി വാഴും, പാറകളുടെ വിടവിലും മറ്റും ജീവിക്കുന്ന സൂക്ഷ്മമായ ജീവികള്, ഒരൽപ്പജന്തു, അല്പജീവിയായ കൃമി കീടങ്ങൾ. ഒന്നല്ല മാത്രമല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു, നിന്റെ കൃപ എപ്രകാരമുള്ളതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന, താമരപ്പൂവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന അമരേന്ദ്രനും ദേവപ്രധാനിയായ ബ്രഹ്മാവിന്, മറ്റെല്ലാവരും
മറ്റു സകല ജീവജാലങ്ങളും ഇങ്ങിതിലിരുന്ന് ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ നിന്റെ കൃപയെ വിധേയമാക്കി ഇരുന്നു കൊണ്ടാണ് വളർന്നിടുന്നു, ജനിക്കുകയും ജീവിക്കുകയും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു ഉറുമ്പായിരുന്നാലും ഒരു സൂക്ഷ്മ ജീവിയായിരുന്നാലും ആ ജീവി മുതൽ ആ ബ്രഹ്മാവ് വരെ നിന്റെ കൃപയാൽ ഇവിടെ വളർന്നു വരുന്നു. അതായത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലൊരു ഭ്രൂണം അവിടെ വളർന്നു വരുന്നതും, എന്നാൽ ബ്രഹ്മാണ്ടത്തിലെ പ്രപഞ്ചം രൂപപ്പെട്ടു വരുന്നതും ആ പരമമായ സത്യത്തിൽ, ആ ശംഭുവിൻ്റെ അല്ലേ ആ പ്രപഞ്ച ശക്തിയിൽ, ആ ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി അവിടെ സംഭവിക്കുന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിയുവാൻ വേണ്ടി ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ വാക്കുകളും നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അതിലെന്താണ് ഭഗവാൻ നമുക്ക് ഇതിൻ്റെ ദർശനം എന്താണ്, ഇതിലെന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അടുത്ത ശ്ലോകം എന്താണ്? ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തെന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം, എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളിടു ശംഭോ. ഭഗവാനെ അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ ബന്ധുക്കളും ഇല്ല, അവിടെ ഒരു ബലവുമില്ല, ഒരു ധനവുമില്ല, ഒന്നുമില്ല അവിടെ. ഇതെല്ലാം തമ്പുരാന്റെ കളിയാണ്, ഇതെല്ലാം ഭഗവാന്റെ കളിയാണ് എന്ന് നമ്മൾ അറിഞ്ഞാലോ അന്ധത്വമില്ല നമുക്കല്ലേ. നമുക്ക് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു അന്ധത്വം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇത് ഇതെല്ലാം ഭഗവാന്റെ കളിയാണെന്നറിഞ്ഞ് നമ്മൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. നീ അരുളിയുടെ ശംഭോ, ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുവാൻ ഭഗവാൻ പറഞ്ഞു. നമ്മൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഇത് ചിന്തിച്ചിട്ട് ഒരു അന്ധത്വമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോഴാണ് നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്താണ്? ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തെന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം. എങ്ങനെയാണ് ഭഗവാനെ അമ്മയുടെ ഉദരത്തിൽ ഈ നമ്മൾ വളർന്നു വന്നത്? ഇത് ചിന്തിച്ചിട്ട് ഒരു അന്തവുമില്ലല്ലോ. ചിന്തിച്ചിട്ട് നോക്കിയിട്ട് നമുക്കൊരു അന്തവും കിട്ടുന്നില്ല. ഇത് എങ്ങനെയാണ് വളർന്നത്? അമ്മയുടെ ഉദരത്തിൽ കിടന്ന ഒരു കുഞ്ഞ്, നമുക്കൊരു കോഴിമുട്ട നമ്മൾ എടുക്കുമ്പോൾ ആ കോഴിമുട്ട നമ്മൾ എടുത്ത് അതിനെ ഉപയോഗിക്കാൻ പൊട്ടിക്കുന്ന സമയത്ത് അതിനകത്തൊരു മഞ്ഞക്കരുവും അല്പം വെളുത്ത ദ്രാവകവും ഉണ്ട്. ഇതൊരു 21 ദിവസം അമ്മ ആ കോഴി ഈ കോഴിയുടെ അടവെക്കൽ അങ്ങനെ പറയില്ലേ, അതിനെ വെച്ചു കൊടുക്കുകയോ അല്ല ഇൻക്യുബേറ്ററിൽ വെച്ചു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ആ മുട്ടയിൽ നമ്മൾ കണ്ടതല്ലല്ലോ, അതിനകത്ത് വരുന്നത് അതിൻ്റെ ചിറകും കൊമ്പും കണ്ണും എല്ലാം കൃത്യമായ അളവിൽ വെച്ചിട്ടൊരു കോഴിക്കുഞ്ഞ് രൂപപ്പെട്ടു. ഇതിങ്ങനെ സംഭവിച്ചു. ആരെങ്കിലും അവിടെ പോയിരുന്നത് ചെയ്തു കൊടുത്തോ? ഇല്ല. ശാസ്ത്രം എന്താ പറയുന്നത്? ശാസ്ത്രം പറയുന്നതെല്ലാം പ്രപഞ്ച നിയമങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഇതിനകത്തുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇതിനകത്തൊരു മഹാ അത്ഭുതമായ ഒരു ശക്തി എവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഭഗവാൻ നമുക്കിവിടെ നൽകിയിട്ടുള്ള ആ ഗദ്യപ്രാർത്ഥനയിൽ നൽകിയിട്ടുള്ള നാം ശരീരമല്ല അറിവാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ഇതെല്ലാം നടക്കുന്നത് ആ ശംഭുവിൻ്റെ കളിയാണ്. അവിടെ നടക്കുന്ന സമയത്ത് അവിടെ അച്ഛനുമില്ല, അമ്മയുമില്ല, ബന്ധുക്കളുമില്ല, ധനവുമില്ല, ബലവുമില്ല, ഒന്നുമില്ല. പക്ഷെ ആ ഉദരത്തില് ഒരു കുഞ്ഞു വളർന്ന് വരുന്നത് ഭഗവാനെ നിന്റെ കളിയാണത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം ഇത് ഭഗവാന്റെ കളിയാണെന്ന്. അപ്പൊ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് പിന്നെ എന്തവിടെ ഉണ്ടാവൂല?
ഇതെല്ലാം എൻ്റേതാണെന്നുള്ള ഭാവം അല്ലേ? ഇതെല്ലാം എൻ്റേതാണ്, ഇതെല്ലാം ഞാനാണ്, ഇതെല്ലാം ആരതാണ്? ശംഭുവിൻ്റെതാണിത്. ഇതെല്ലാം ആ ഭഗവാന്റേതാണ്. ഇത് നമ്മൾ വെറും കൂട് മാത്രമാണ്, ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടല്ലേ. ഈ കൂട്ടിനകത്ത് ഇരിക്കുന്ന ചൈതന്യമാണ് ഇതിനെല്ലാം അവകാശി. ഈ ചൈതന്യം അങ്ങ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ വെറും ശവമായി മാറും. അപ്പൊ ഇത്രയും ദിവസം ശിവനായിരുന്ന് ചൈതന്യം അങ്ങ് പോയി കഴിയുമ്പോൾ ശവമായി മാറുന്നു. ഇതാരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാ? ഭഗവാൻ തന്നെ നമുക്ക് അതാ 5 ഇന്ദ്രിയങ്ങൾ വെച്ച് തന്നിട്ടുണ്ടല്ലേ. ഈ ഇന്ദ്രിയങ്ങളൊക്കെ വെച്ച് ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം തുടങ്ങും. ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും. അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ പിന്നെ എല്ലാം ഞാനാണ്. അവിടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചതെല്ലാം മറന്നു പോകുന്നു അല്ലേ. ഇതെല്ലാം നമ്മൾ മറക്കുകയാണ്. അപ്പൊ 4-ാമത്തെ ശ്ലോകത്തില് ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ. എന്താ? ഗർഭപാത്രത്തില് ഞാൻ ഭ്രൂണമായി കിടന്നപ്പോൾ അതിനെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ അവിടെ ബന്ധുവില്ല, അവിടെ ധനവുമില്ല, അവിടെ ബന്ധുക്കളില്ല, നമുക്കവിടെ ധനമില്ല, അവിടെ എന്തില്ല? ബലവുമില്ല. എന്തെങ്കിലും ബലം കൊടുത്തോ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ? ആരെങ്കിലും അതിനകത്ത് പോയി അതിന് അമൃതൊക്കെ കൊടുത്ത് അതിനെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിയോ? ഇല്ല. ഇതെല്ലാം രൂപപ്പെടുത്തി എടുത്തിട്ട് അവിടെ എരി കൊളുത്തി കൊടുത്തു. നമുക്ക് അടുക്കളയിൽ പാചകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്യാസ് സിലിണ്ടറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലേ. ഗ്യാസ് സിലിണ്ടറിൽ നിന്നൊരു ട്യൂബ് എവിടേക്ക് കൊടുക്കണം? അടുപ്പിലേക്ക് കൊടുക്കണം. അപ്പോഴാണ് അവിടെ നമുക്ക് അഗ്നി തെളിയിക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ. അതുപോലെ അമ്മയുടെ ഉദരത്തില് ഈ കുഞ്ഞിനെയൊക്കെ രൂപപ്പെടുത്തി എടുത്തിട്ട് അവിടെ ഒരു ട്യൂബും കൊടുത്തിട്ടുണ്ട് ഭഗവാൻ അല്ലേ, പൊക്കിൽ കൊടി. അതുവഴി എന്ത് ചെയ്യുന്നു? അമ്മയുടെ ഊർജം ആ കുഞ്ഞിലേക്ക് എത്തിച്ചേരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ശംഭോയെ. ഇത് ചിന്തിച്ചിട്ടൊരന്തവുമില്ലല്ലോ ഭഗവാനെ. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ രൂപപ്പെട്ടതെന്നും വളർന്നതെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുവാൻ നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ മെനക്കെട്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാ? ആ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ആരപ്പോ? ഗുരുവാണ്. ഏത് ലോകത്തേക്ക് എത്തിച്ചു? ആ അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം എല്ലാവരും പോയിരിക്കുകയാണല്ലേ ഉദരത്തിലേക്ക്. നമ്മളത് ചിന്തിച്ചു നോക്കിയേ. ഇന്നിപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ലേ നമ്മുടെ അമ്മയുടെ ഉദരം, ആ ഉദരത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലേ കിടന്നത്. നമ്മളെ ഭഗവാൻ അവിടേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ശക്തിയാണല്ലേ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താണ് അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്? അവിടെ ബന്ധുക്കളുമില്ല, ബലവുമില്ല, ധനവുമില്ല. എന്തെന്നുകൊണ്ടിത് വളർന്നത്? അഹോ വിചിത്രം. എൻ്റെ തമ്പുരാന്റെ ഈ ലീലാവിലാസം, കളിയൊക്കെയാണിത്. ഈ ലീലാവിലാസം മാത്രമാണ് ഈ അത്ഭുതകരമായ പ്രതിഭാസത്തിന് കാരണം. ഇത് എല്ലാം അറിഞ്ഞാല്, ഇതെല്ലാം ഞാൻ അറിഞ്ഞാല് അന്ധത്വമില്ല. അവിടെ ഈ സത്യം ഞാൻ തിരിച്ചറിയുമ്പോൾ തെളിഞ്ഞു കിട്ടുന്ന ആ അന്ധത്വമില്ലായ്മ അത് തീർത്തു തരുന്നതും ഭഗവാനെ നീയാണ്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ആ ഭഗവാനാണ്, ആ ശംഭുവാണ് ഇതെല്ലാം അവിടെ നമുക്ക് ചെയ്തു തരുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ചാണ് പറഞ്ഞു തരുന്നത് കേട്ടോ, ഒന്ന് കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ. ഗർഭത്തിൽ ഞാൻ ഭ്രൂണാവസ്ഥയിൽ കിടന്നപ്പോൾ അതിനെ രക്ഷിക്കുവാൻ ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. മറ്റു എന്തിൻ്റെയെങ്കിലും ബലമോ ധനമോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല.
എന്തെന്ന് കൊണ്ടിത് വളർന്നത് അഹോ വിചിത്രം. അപ്പോൾ ഞാൻ എന്തിന്റെ സഹായം കൊണ്ടാണ് വളർന്നത്? ഇതൊരാശ്ചര്യം തന്നെ. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ, എന്റെ തമ്പുരാനായ നിന്റെ ലീലാവിലാസം മാത്രമാണ് ഈ അത്ഭുതകരമായ പ്രതിഭാസത്തിന് കാരണമെന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ, അന്ധത്വമില്ല അതിനു നീ അരുളീട് ശംഭോ. അറിവില്ലായ്മ മാറിക്കിട്ടും ഇത് തിരിച്ചറിയുമ്പോൾ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അറിവാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് ഇത്രയും നാളുണ്ടായിരുന്ന അറിവില്ലായ്മ മാറിക്കിട്ടും. ആ അറിവില്ലായ്മയെ മാറ്റിത്തരുന്നതും ആരാണ്? ഭഗവാനാണ്. നമ്മുടെ ഉള്ളിൽ അറിവുണ്ട്, നമുക്കറിവുണ്ട്. ആ അറിവ് വെച്ചിട്ട് ആ അറിവിനെ കണ്ടെത്തുവാൻ വേണ്ടി ഭഗവാൻ നമുക്ക് കാട്ടിത്തന്ന വഴിയെ സഞ്ചരിക്കുമ്പോൾ ആ ഏറിയ അറിവിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് ഭഗവാൻ നമുക്ക് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും. അറിവിലും ഏറി അല്ല, ഈ അറിവ് നമ്മൾ ഉള്ളിലിരിക്കുന്ന അറിവിനെ നമ്മൾ കണ്ടെത്തി അത് അറിവാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും. തൻ്റെ ഉള്ളിലും ജ്വലിച്ച് നിൽക്കും, പുറത്തും ജ്വലിച്ച് നിൽക്കും. നമ്മൾ നേരത്തെ ദീപം കൊളുത്തിയപ്പം പറഞ്ഞു അവിടെ നിന്ന് പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് തരണയെന്ന്. എന്നാൽ ഉള്ളിൽ പ്രകാശമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രകാശത്തെ തിരിച്ചറിഞ്ഞ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്, നിന്റെ ഉള്ളിലിരിക്കുകയാണ് ആ കരു. ആ കരുവിനെ നീ കണ്ടെത്തൂ. ആ കണ്ടെത്തുവാൻ വേണ്ടി നീ ആദ്യം ചെയ്യേണ്ടത് ഞാൻ അന്ന് ഘടിപ്പിച്ചു തന്ന ആ ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിക്കുക. ആ ഇന്ദ്രിയങ്ങളൊന്നും എൻ്റേതല്ല, അകത്തിരിക്കുന്ന ചൈതന്യത്തിൻ്റെതാണ് ആ വാതില്. അത് നീ തിരിച്ചറിയണം. അതിനെ നീ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നീ അറിവിനെ അറിയും. നീ അറിവിനെ അറിഞ്ഞ് അവിടെ അറിവായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അറിവില്ലായ്മ നമുക്ക് മാറിക്കിട്ടും. അല്ലയോ ഭഗവാനെ, അതിനെ നീ അനുഗ്രഹിക്കണം. നിന്റെ അനുഗ്രഹം എനിക്ക് വേണം. നിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക് ഇവിടെ വന്നിരുന്ന് ഇത് കേൾക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം അനുഗ്രഹം കിട്ടിയിട്ട് വന്നിരിക്കുന്നവരാണ്. ഇല്ലെങ്കിൽ വന്നിരിക്കാൻ പറ്റുമോ? ഈ പറയുവാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വന്നിരുന്ന് ഇവിടെ ഗുരുദർശനത്തെ പറയുന്നത് അല്ലേ? ഇതിനൊക്കെയുള്ള അനുവാദവും അനുഗ്രഹവും ഒക്കെ തരുന്നത് തമ്പുരാനാണെന്ന് ഞാൻ തിരിച്ചറിയണം. ആ ഭഗവാനാണ് ഈ ശബ്ദം തരുന്നത്, ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്, കേൾക്കുവാനുള്ള ഭാഗ്യം തരുന്നത്, ഈ സജ്ജനങ്ങളോടൊപ്പം ഇരിക്കുന്നത്. ഇതെല്ലാം ഭഗവാനാണ്, ഭഗവാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് എങ്കിൽ നമുക്ക് ഈ ഞാനെന്നുള്ള ഭാവം അങ്ങ് പോകും. നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഞാനാണ്, എൻ്റേതാണ്, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്. ഈ ശരീരം പോലും ആ ചൈതന്യത്തിനുള്ളതാണ്. ചൈതന്യത്തിന് ആവശ്യമുള്ള സമയം വരെ അത് കഴിയുമ്പോൾ അത് മാറും. അപ്പം എന്ത് ചെയ്യും? വീണ്ടും എവിടേക്ക് കൊണ്ടുപോകും? അതിനെ അഗ്നിയിലേക്ക് തന്നെ കൊണ്ടുവയ്ക്കും. അതാണ് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നത്, പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ, ഗുരു നമുക്ക് തന്നിട്ടുള്ള പ്രാർത്ഥനയായാലും കൃതിയായാലും ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിയണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന്, നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന്. ഈ എവിടെ നിന്ന് വന്നു എന്നാണ് നമുക്ക് ഗുരുദേവൻ ഈ കൃതിയിലൂടെ കാട്ടിത്തരുന്നത് അല്ലേ? ഈ പിണ്ടനന്ദി എന്നുള്ള കൃതിയിലൂടെ നമുക്ക് ഗുരുദേവൻ കാട്ടിത്തരികയാണ്, നീ എവിടെ നിന്നാണ് വന്നത്. നിനക്കവിടെ ബന്ധുവില്ലായിരുന്നു, ധനവുമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. നിന്നെ എങ്ങനെയാണ് വളർത്തിയെടുത്തത്? ഇതൊക്കെ നമുക്ക് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിലൂടെ? പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇത് മനസ്സിലാവുമ്പോൾ നമ്മുടെ അറിവില്ലായ്മ മാറി എന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞത മാറി, ഇരുട്ട് മാറി, നമ്മൾക്ക് പ്രകാശം ഗുരു നൽകുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയും. അപ്പൊ അടുത്ത ശ്ലോകം നാലഞ്ചു മാസം ഒരുപോൾ നയനങ്ങൾ വച്ചു കാലന്റെ കൈയിലണയാതെ വളർത്തി നീയേ. കാലം കഴിഞ്ഞു കരുവെങ്കിലിരുന്നു ഞാനാ കാലം നിലച്ചു കരയുന്നതു കേൾക്ക.
ശംഭോ. 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വച്ചു. 4-5 മാസം അമ്മയുടെ ഉദരത്തിൽ നമ്മൾ കിടക്കുന്നത്. 4 + 5 ആയപ്പോൾ എത്രയായി? 9 മാസമായി. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക. കൃത്യമായിട്ട് ഗുരുദേവൻ നമുക്ക് ഇതിൽ പറഞ്ഞു തരികയാണ്. എന്താണ്? 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വെച്ചു, കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയേ. 9 മാസം അമ്മയുടെ ഉദരത്തില് കാലന്റെ കയ്യിൽ കൊടുക്കാതെ, അല്ലേ, കാലന്റെ കയ്യിൽ കൊടുക്കാതെ അണയാതെ വളർത്തി നീയേ. അപ്പൊ ഈ 9 മാസം ഭഗവാൻ നമ്മളെ അവിടെ കാത്തു സൂക്ഷിച്ചു. കാലന്റെ കയ്യിൽ കൊടുക്കാതെ 9 മാസം നമ്മളെ കാത്തു സൂക്ഷിച്ചു. കാലം കഴിഞ്ഞു കരിവിങ്കൽ ഇരുന്നു ഞാൻ ആ കാലം നനച്ചു കരയുന്നത് കേൾക്ക ശംഭോ. എന്താ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ആ കാലന്റെ കയ്യില് കൊടുക്കാതെ, എന്ത് പറഞ്ഞു? കാലന്റെ കയ്യിൽ കൊടുക്കാതെ നമ്മളെ വളർത്തിയത്. ഈ കാലം കഴിഞ്ഞ് ഞാൻ ഈ കരിവിങ്കലിരുന്നു ഗർഭപാത്രത്തിൽ അങ്ങനെ ശയിച്ചുകൊണ്ട് ആ കാലം കഴിച്ചു കൂട്ടി എന്നുള്ളത് ഭഗവാനെ അങ്ങ് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നത് നീ തന്നെയാണ്. സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നത് നീ തന്നെയാണ്. ആ കാലം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടി എന്നിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. ഞാൻ എങ്ങനെ ഈ 9 മാസം അതിനകത്ത് ഇങ്ങനെ കഴിച്ചു കൂട്ടി? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മള്? ഒരല്പം സമയം ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ എങ്ങനെ ആയിരിക്കും അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ ആ ഇരുട്ടറയ്ക്കകത്ത് ഈ 9 മാസം? ഒരു നിമിഷം നമുക്കൊരു ഇരുട്ട് മുറിക്കകത്തിരിക്കാൻ പറ്റൂല. ഈ 9 മാസം നമ്മൾ അതിനകത്ത് എങ്ങനെ കഴിച്ചു കൂട്ടി? ആ സമയത്ത് നമുക്ക് അമൃത് തന്നത് ആര്? നമ്മളെ വളർത്തിയത് ആര്? ഈ രൂപമൊക്കെ വരച്ചിങ്ങനെ ഒരു ചിത്രകാരനായി മാറിയത് ആര്? നമ്മളൊന്ന് സ്വയം ചിന്തിക്കുക. നമുക്ക് ഈ രൂപമൊക്കെ തന്നില്ലേ ഭഗവാൻ? ഈ രൂപമൊക്കെ തന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള കൈയും കാലും വിരലുകളും ഒക്കെ കൃത്യമായ അളവിലൊക്കെ എനിക്ക് കൂട്ടിത്തന്നു ഭഗവാൻ. നമ്മളെ അതിനകത്ത് വളർത്തിയെടുത്തു. ഈ 9 മാസം ആർക്ക് കൊടുക്കാതെ? കാലനൊന്നും കൊടുക്കാതെ വളർത്തി നമ്മളെ എടുത്തു, അല്ലേ? എങ്ങനെ? ഞാൻ ആ കാലം അങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശംഭുവേ എനിക്ക് കരച്ചിൽ വരുന്നു. ചിന്തിക്കാൻ പറ്റുന്നില്ല. ശംഭുവായിട്ടുള്ളവനെ, എൻ്റെ കരച്ചിൽ നീ കേൾക്കണേ. ഞാൻ എന്താ നീ വളർത്തിയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇവിടെ ഇരുന്ന് കരയുവാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ വളർന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് ഞാനിവിടെ ഇരുന്ന് കരയുകയാണ്. ഈ കരച്ചിൽ നീ കേൾക്കണം ശംഭുവേ, നീ ഈ കരച്ചില് കേൾക്കണം. 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വെച്ചു. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ കിടന്ന ആ 9 മാസം ഒരുപോലെ കണ്ണും നട്ടിരുന്നു. ആരാണ്? ഭഗവാൻ, അല്ലേ? ഭഗവാൻ ഒരുപോലെ അതിനെ കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഇരിക്കുന്നത്. കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയേ. നശിച്ചു പോകാൻ ഇടയാവാതെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നത് നീയാണ്, നീ തന്നെയാണ്. കാലം കഴിഞ്ഞു കരിവെങ്കലിരുന്നു ഞാൻ ആ കാലം കഴിച്ചു കൂട്ടി. ഗർഭപാത്രത്തിൽ അങ്ങനെ ശയിച്ചുകൊണ്ട് ആ കാലം നനച്ചു കരയുന്നത് കേൾക്ക ശംഭോ. ആ കാലം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ കരച്ചിൽ വരുന്നു എനിക്ക്. ഇത് കേൾക്കണേ ശംഭോ, എൻ്റെ കരച്ചില് ഭഗവാനെ നീ കേൾക്കണേ. അടുത്ത 6ാമത്തെ ശ്ലോകം മനസ്സിലാകുന്നുണ്ടല്ലോ. രേതസ്സു തന്നെതു രക്തമൊടും കലർന്നു നാദം തിരണ്ടൊരുവനായി നടുവിൽ കിടന്നു. മാതാവുമില്ല അവിടെയൊന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണ് ഇവനെന്നു ശംഭോ. അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കി
മനസ്സിലാക്കി നമ്മൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നു, ആ പിണ്ടത്തെ വളർത്തിയത് ഭഗവാനാണ്, ആ ശംഭുവാണ് വളർത്തിയത്, അമൃതൊക്കെ നൽകി നമ്മളെ ശംഭു വളർത്തിയെടുത്തു. പക്ഷെ എങ്ങനെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ പിണ്ടം എത്തിയത്? അച്ഛൻ്റെ രേതസ്സും അമ്മയുടെ രക്തവും കലർന്നു അല്ലേ? അച്ഛൻ്റെ രേതസ്സും അമ്മയുടെ രക്തവും കലർന്നു, നാദം തിരണ്ടു. അവിടെ ശബ്ദം ഉണ്ടാവുകയാണ്, ഒരു വിസ്ഫോടനം അവിടെ നടക്കുന്നുണ്ട്. അവിടെ എന്തുണ്ടായി? ആ ഓംകാര ധ്വനി അവിടെ നമ്മുടെ ഉള്ളിൽ, നമ്മൾ പറഞ്ഞില്ലേ ഈ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലേ, ഈ ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഓംകാര നാദമാണ്. ആ നാദത്തെ നമ്മൾ ശ്രദ്ധിക്കുവാൻ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത്? ഓംകാരത്തെ അല്ലേ? പ്രപഞ്ചത്തിന്റെ നാദം എന്ന് പറയുന്നത് എന്താണ്? ഓംകാരമാണ്. സൂര്യന്റെ ശബ്ദം പോലും ഓംകാരമാണെന്നാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഓംകാരത്തെ നമ്മൾ തിരിച്ചറിയണം. അവിടെ നാദം തിരണ്ട് ഉരുവതായി നടുവിൽ കിടന്നു അല്ലേ? എവിടെ കിടന്നു? അമ്മയുടെ ഉദരത്തില് കിടന്നു. അവിടെ മാതാവുമില്ല, അമ്മ ഉള്ളിൽ പോയില്ല, മാതാവുമില്ല, അവിടെ പിതാവുമില്ല. ഇതാര് വളർത്തി? താതൻ വളർത്തിയതാണ്. അപ്പൊ അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞു ജനിച്ചു, അത് വളർത്തിയത് ഭഗവാനാണ്. അപ്പോ രേതസ്സു തന്നെ ഇത് രക്തമൊടും കലർന്നു. അച്ഛനിൽ നിന്നുള്ള പുരുഷ ബീജവും അമ്മയിൽ നിന്നുള്ള അണ്ഡവും തമ്മിൽ കലർന്ന് ഒന്നായി. അവിടെ നാദം തിരണ്ടു, അതിൽ അറിവിന്റെ ആദിരൂപം അവിടെ കലർന്നു. അതൊരുവതായി, അത് ഒരു വ്യക്തിസത്തയുടെ ആദിരൂപത്തെ എന്ന നിലയിൽ നടുവിൽ കിടന്നേൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ സുപ്താവസ്ഥയിൽ അത് 9 മാസം അതവിടെ കിടന്നു. മാതാവുമില്ല, അവിടെ പിതാവുമില്ല. ആ അവസ്ഥയിൽ എന്നെ രക്ഷിക്കുവാൻ അവിടെ അമ്മയുമില്ല, അച്ഛനുമില്ല. ശംഭോ, ഇന്നിവൻ അല്ലയോ ശംഭോ, ഇപ്പോൾ ഈ വ്യക്തിത്വം ബോധവും ഉള്ളവനായി തീർന്നിരിക്കുന്നു. ഞാനിതെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ. എൻ താതൻ വളർത്തിയവനാണ്, ഇതെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഉള്ളില് ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അവിടെ എനിക്ക് അച്ഛനും ഇല്ലായിരുന്നു, അമ്മയില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു, ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു. എൻ താതൻ വളർത്തിയതാണ് എന്നുള്ള സത്യം ഞാൻ ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശംഭു. അച്ഛനിൽ നിന്നുള്ള ആ പുരുഷ ബീജവും അമ്മയിൽ നിന്നുള്ള അണ്ഡവും തമ്മിൽ കലർന്നുണ്ടായ ആ പിണ്ടത്തിന് അറിവിൻ്റെ ആദിരൂപം കലർത്തിക്കൊണ്ട് ഭഗവാനാണ് ഉദരത്തിൽ 9 മാസം നമ്മെ വളർത്തി. ആ അവസ്ഥയെ അവിടെ രക്ഷിക്കുവാൻ അവിടെ നമുക്ക് അമ്മയോ അച്ഛനോ ആരുമില്ലായിരുന്നു. എൻ്റെ താതനാണ് വളർത്തിയത് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ ഉള്ളവനെ രക്ഷിക്കണം. ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഭഗവാനെ എന്നെ രക്ഷിക്കണം. ഇതെങ്ങനെയാണ് എന്ന് ഞാനിതാ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. 7ാമത്തെ ശ്ലോകം. അന്നുള്ള വേദന മറന്നത് നന്നുണർന്നാൽ ഇന്നിങ്ങു തന്നെരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനെന്ന് പൊറിവാതിലൊരഞ്ചുമിട്ട് തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. അന്നുള്ള വേദന മറന്നത് നല്ലതായി, അത് നന്ന്. അന്നുള്ള വേദന മറന്നത് നന്ന്. അതിന്ന് ഉണർന്നാലോ തന്നെരിയിൽ വീണ് മരിച്ചു പോകുമല്ലേ. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് അന്നത്തെ ആ വേദനയൊക്കെ അങ്ങ് മറന്നു പോയത് നന്നായി. നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ഇതെല്ലാം മറന്നു. ഇത് മറന്നില്ലായിരുന്നു എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ആ തന്നെരിയിൽ വീട് തന്നെ അങ്ങ് മരിക്കും. പറഞ്ഞ സമയത്ത് തന്നെ ഇത് നമ്മൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ അത് തീർന്നനെ അല്ലേ, അവിടെ വീണങ്ങ് മരിച്ചനെ. പക്ഷെ അത് മറന്നത് നന്നായി. അപ്പൊ അന്നുള്ള വേദന മറന്നത് നന്ന്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കാലത്ത് ഞാൻ അനുഭവിച്ചിരിക്കുവാൻ ഇടയുള്ള ആ വിമിഷ്ടമെല്ലാം ഇപ്പോൾ ഓർമ്മയിൽ വരാത്തത് ഭാഗ്യമായി. അത് ഉണർന്നാല് ആ ഓർമ്മ തെളിഞ്ഞു വന്നു എന്നിരിക്കട്ടെ. അയ്യോ ഇന്നിങ്ങു തന്നെ എരിയിൽ വീണ് മരിക്കുമയ്യോ. അയ്യോ ഇപ്പോൾ ഇവിടെ തന്നെ
ഒരു തീകുണ്ഠത്തിൽ വീണ് മരിക്കുന്നത് പോലുള്ള അനുഭവമായി തീരും. പൊന്നപ്പൻ, ഈ പൊന്നപ്പൻ എന്ന് പറഞ്ഞാണ് ഭഗവാനെ വിളിക്കുകയാണല്ലേ. പൊന്നപ്പൻ്റേത് പോലുള്ള മൂല്യവും ഉണ്മയുമുള്ള എല്ലാറ്റിനെയും ആ രക്ഷിതാവുമായിരിക്കുന്ന നീ ഭഗവാനെ വിളിച്ചു പോവുകയാണ് പൊന്നപ്പൻ എന്നല്ലേ. ഞാൻ ഗർഭസ്ഥനായി കിടക്കുന്ന ആ കാലത്ത് അറിവ് തുറന്നു കിട്ടുന്നതിനുള്ള വാതിലുകൾ 5. ഭഗവാൻ നമുക്ക് 5 വാതിൽ തുറന്നിട്ട് തന്നു. പൊന്നപ്പനെന്നു പൊറിവാതിലൊരഞ്ചുമിട്ട്. എന്താണ് ആ പൊറിവാതിൽ 5? ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു. 5 വാതിലുകൾ ഏതാണ്? നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങള്. ഈ പഞ്ച ഇന്ദ്രിയങ്ങളാണ് അമ്മ നമ്മുടെ ഉദരത്തിൽ നിന്ന് ഇനി പുറത്തേക്ക് വരുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. കണ്ണ് പ്രവർത്തിക്കാൻ തുടങ്ങും, കാത് പ്രവർത്തിക്കാൻ തുടങ്ങും, മൂക്ക് നാക്കെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്ത് മറ്റതെല്ലാം മറന്നു ഈ കാണുന്ന കാഴ്ചകളിലേക്ക് അങ്ങ് സഞ്ചരിക്കുവാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇതെല്ലാം മറന്നത് നന്ന് തന്നെയാണ്. ഭഗവാനെ, അന്ന് ആ ഗർഭത്തിൽ കിടന്ന കാലത്ത് അറിവ് തുറന്നു കിട്ടുന്നതിനുള്ള വാതിലുകള് 5ഉം എൻ്റെ സത്തയുടെ ഭാഗമാക്കി നീ തീർത്ത് അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണല്ലോ ഇക്കാര്യം എനിക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ഇന്നിപ്പോ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും എങ്ങനെയാണ്? ആ 5 വാതിൽ തുറന്നു തന്നതുകൊണ്ടാണല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഇത് അറിയുവാനും കഴിഞ്ഞത്. മംഗളത്തെ ഭവിക്കുന്നവനെ ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാനെ, ഇതൊക്കെ നമുക്ക് തന്നതുകൊണ്ടാണ് ഞങ്ങളിത് തിരിച്ചറിഞ്ഞത്. ഇപ്പൊ ഈ തിരിച്ചറിഞ്ഞത് പോലും ഭഗവാൻ ഇത് നമുക്ക് നൽകിയത് കൊണ്ടാണ്. അടുത്ത് 8ാമത്തെ ശ്ലോകം. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവുന്ന എന്താവതിങ് അടിയനങ്ങരുളിയിടു ശംഭോ. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ അമ്മ അല്ലെ, എൻ്റെ തള്ള എന്നെ അകമേ ഒരു ചുമടായി കിടത്തി. എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു? എന്നെ അകമേ ഒരു ചുമടായി 9 മാസം അമ്മ ചുമടായി അമ്മ അവിടെയാണ് കിടത്തിയത്, ആ വയറ്റിലല്ലേ. നമ്മൾ ഒരു ദിവസം ഒരു 2 കിലോ അരിയെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചേക്കാൻ പറ്റുമോ? ഒരു ദിവസം നമ്മളൊരു 2 കിലോ അരി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആവുന്നുമ്പേ നമ്മുടെ കൈ കഴിക്കും അല്ലേ. നമ്മളതവിടെ നിലത്ത് വെക്കും. ഇത് അമ്മയുടെ ഉദരത്തിൽ ഈ 9 മാസവും അല്ല, ഒരു കുഞ്ഞിന് എന്തായാലും 2.5 കിലോയ്ക്ക് മുകളിലുണ്ടാവും, എങ്കിലല്ലേ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും വെയിറ്റ് ഒരമ്മയുടെ ഉദരത്തില് ഈ 9 മാസവും അമ്മ എന്ത് ചെയ്ത് ചുമന്നു അല്ലേ. ഇത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല, നമ്മളിതൊന്നും ചിന്തിക്കാറില്ല. കാരണം എന്തുകൊണ്ടാ? ഈ 5 വാതിൽ നമുക്ക് തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടെയാണ്. ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് കാട്ടിത്തരുന്നത് അതൊക്കെയാണ് നമുക്ക് വലുതല്ലേ. ഇതെല്ലാം അതിൻ്റെ പുറകെ ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊന്ന് പുറകിലോട്ട് ചിന്തിക്കുന്നില്ല. എവിടെ നിന്ന് വന്നു? നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് ആര്? നമുക്ക് ഈ കയ്യും കാലും ഒക്കെ വെച്ച് തന്നത് ആര്? അല്ല, ഈ വെച്ച് തന്ന നമ്മുടെ ഈ ശരീരം ആർക്കുള്ളതാണ്? ഇത് ആർക്കുള്ളതാണ്? ഇത് ആ ചൈതന്യത്തിനുള്ളതാണ്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല അല്ലേ. എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കോവുന്നതെന്താവതെങ്ങ് അടിയനെന്നരുളിയിടു ശംഭോ. എൻ്റെ അമ്മ ഇത്രയും വേദന സഹിച്ച് ഇത്രയും മാസം ചുമന്ന് അമ്മ പ്രസവിക്കുമ്പോൾ നമ്മുടെ അസ്ഥികളൊക്കെ മുറിയുന്ന വേദനയാണല്ലേ പ്രസവ സമയത്ത് വരുന്നത്.
ഇത്രയും വേദന സഹിച്ച് അമ്മ പ്രസവിക്കുമ്പോൾ അതാ നരി പോലെ കിടന്നു കൂവുന്നു. കുഞ്ഞ് കരയുന്നല്ലേ, പ്രസവിച്ചുടനെ കുഞ്ഞ് കരയും. നരി പോലെ കിടന്ന് കൂവുകയാണ്. ഇതെന്തിനാ കൂവുന്നത്? ഇതെന്തിനാ കൂവുന്നത്? അതും ചോദിക്കാണ് ഭഗവാന്റെ അടുത്ത്. ഭഗവാനെ നൊന്തിങ്ങു പെറ്റു, അമ്മ നൊന്തിങ്ങു പെറ്റു, നരി പോലെ കിടന്നു പോകുന്നത് എന്താവതിങ് അടിയനെന്ന് അരുളിയുടെ ശംഭോ. ഇതൊക്കെ എന്താണ്? അതെന്തിനാ അങ്ങനെ നരി പോലെ കൂവുന്നത്? ഭഗവാനോട് ചോദിക്കുകയാണ്. എൻ്റെ അമ്മ നൊന്ത് പ്രസവിച്ചു അല്ലേ, ഇത്രയും വേദന സഹിച്ച് ഇത്രയും നാള് ചുമന്ന് എൻ്റെ അമ്മ ഇതാ എന്നെ പ്രസവിച്ചു അല്ലേ. ഈ പ്രസവിച്ച ഞാൻ എന്ത് ചെയ്യുന്നു? നരി പോലെ അതാ കിടന്നു പോവുകയാണ്. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി. ഞാൻ എന്താണ്, ഗർഭസ്ഥനായിരുന്ന ആ കാലത്ത് എൻ്റെ അമ്മ എന്നെ ഒരു ഭാരമായി, ചുമടായി ഉള്ളിൽ പേറിക്കൊണ്ട് നടന്നു, കഷ്ടപ്പെട്ടു, വെന്തുള്ളഴിഞ്ഞു. എന്നാൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയുള്ള വിചാരവും ആ ആകാംക്ഷയും അല്ലേ. നമ്മുടെ അമ്മ ഒരു കുഞ്ഞ് ഉദരത്തിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞ് പിറക്കാൻ പോകുന്നതിനെ കുറിച്ചും ആ അമ്മയുടെ ഉള്ളിൻ്റെ വേദന അല്ലേ, ആ സമയത്തൊക്കെ അമ്മ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? ഒന്നും നെടുവീർപ്പിടും. ഭഗവാനെ, ഒന്നും സംഭവിക്കാതെ എൻ്റെ കുഞ്ഞിനെ ഇത്രയും വേദന അനുഭവിക്കുമ്പോഴും ഈ ഭാരം ചുവക്കുമ്പോഴും ഒക്കെ എന്താണ് ചിന്ത എന്താണ്? ഈ കുഞ്ഞിനൊരാപത്തും വരാതെ എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ നെടുവീർപ്പിങ്ങനെ ഇടാറുണ്ട് അല്ലേ. ഇരിക്കുന്ന എല്ലാ അമ്മമാരും അത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു നിമിഷമെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചിട്ട് നെടുവീർപ്പിടാറുണ്ട്. വെറുതെ ഇങ്ങനെ നെടുവീർപ്പിട്ട് ഇങ്ങനെ ഒരു വശത്ത് ദുഃഖവും എന്നാൽ മറുവശത്ത് സന്തോഷവും അല്ലേ, ആനന്ദത്തിൻ്റെ ഒരു അനുഭവം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു സൈഡ് ദുഃഖമുണ്ട്, ഇനി പ്രസവ സമയത്തുള്ള വേദനയെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ദുഃഖമുണ്ട്. ഇത്രയും വേദനയൊക്കെ ഞാൻ സഹിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്, ഇനി അഥവാ സഹിച്ച് പുറത്തേക്ക് വരുന്ന കുഞ്ഞിനൊരു അബദ്ധം വരരുത്, ഇതൊക്കെ ചിന്തിച്ച് കൂട്ടുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഈ കുഞ്ഞ് നമ്മൾ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? ഈ കുട്ടിയെ നമുക്ക് ഒരു ആൺകുഞ്ഞിനെ വേണം. ഒരു കാര്യം ചിന്തിച്ചു നോക്കാം. നമുക്കൊരു ആൺകുട്ടിയെ വേണം. നമ്മൾ പറയുകയാണോ നമുക്കൊരു ആൺകുഞ്ഞിനെ വേണം? പക്ഷെ നമുക്ക് അവിടെ നിന്ന് കൽപ്പിക്കണം. എന്താണ്? ആണ് വേണോ, പെണ്ണ് വേണോ, 2 കുട്ടികൾ വേണോ, 3 കുട്ടികൾ വേണോ എന്നൊക്കെ അവിടെ നിന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കൽപ്പനയ്ക്ക് അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടറിനും നമുക്ക് ഇതുവരെ ഈ ഒരു ശാസ്ത്രത്തിനും മറ്റുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാര്യം എന്താണ്? നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ശാസ്ത്രം പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ആൺകുട്ടിയെ വേണം, പെൺകുട്ടികളും തിരഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് അവിടെ നിന്ന് കൽപ്പിക്കണം. അവിടെ നിന്ന് കൽപ്പിച്ച് ഇവിടെ നമുക്ക് നൽകണം. അത് നമ്മൾ തിരിച്ചറിയണം. ഇതെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് എത്തിച്ചേരണം. നരി പോലെ കിടന്ന് പോവുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വേദന സഹിച്ച് അമ്മ പ്രസവിച്ചിട്ട് അവിടെ ദാ കുഞ്ഞു കിടന്ന് നരി പോലെ കരയുന്നു. ഇതെന്തിനാ കരയുന്നത്? എന്താവതിങ്ങ്? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? മംഗളത്തെ ഭവിക്കുന്നവനെ ഈ അടിയന് വെളിവാക്കി തരണം. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ഭഗവാനെ നീ ഞങ്ങൾക്ക് അരുളി തരണം. ഭഗവാനോട് അപേക്ഷിക്കുകയാണല്ലേ. അടുത്ത 9ാമത്തെ ശ്ലോകം. എല്ലാം അറിഞ്ഞു ഭഗവാനിവനെടുത്ത് ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. എല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ. ഈ എരുതിലേറി വരുന്ന ശംഭോ, അതായത് കാളപ്പുറത്ത് വരുന്ന മഹാദേവനെ പറയുകയാണ്. ആ ഭഗവാനെ അല്ലെ, കാളയെ വാഹനമാക്കിക്കൊണ്ട് വരുന്ന ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ എല്ലാം അറിഞ്ഞു, ഈ പറഞ്ഞതൊന്നും
ഭഗവാൻ അറിഞ്ഞുകൂടാത്തതല്ല. ഞാൻ ഈ ഇരുന്ന് പുലമ്പുന്നതൊക്കെ അല്ലേ, ഈ പറയുന്നതൊക്കെ ഭഗവാൻ അറിഞ്ഞുകൂടാത്തതല്ല. അറിഞ്ഞുകൂടാത്തതായി ഭഗവാന് ഒന്നും തന്നെ ഇല്ല. ഇവൻ ഇന്നെടുത്ത് ചൊല്ലേണമോ? അതുകൊണ്ട് ഈ ഞാൻ ഇതൊക്കെ വീണ്ടും എടുത്ത് പറയേണ്ട ഒരാവശ്യവുമില്ല. ഞാനിതിവിടെ ഇരുന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എല്ലാം ഭഗവാന് അറിയുന്ന കാര്യമാണ്. കാര്യം എന്തുകൊണ്ടാ? ഭഗവാനാണ് അവിടെ ഇരുന്ന് എല്ലാം കൽപ്പിക്കുന്നത്, ഭഗവാനാണ് അവിടെ ഇരുന്ന് വളർത്തുന്നത്, ഭഗവാനാണ് അവിടെ ഇരുത്തി നമ്മുടെ ഈ രൂപമൊക്കെ ഒരു ചിത്രകാരനായി മാറുന്നതല്ലേ, ഒരു ശില്പിയായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ നമ്മളെ രൂപപ്പെടുത്തി എടുക്കുന്നതൊക്കെ ഞാനിവിടെ ഇരുന്നിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഭഗവാനോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ഭഗവാൻ അറിയാം. ഇവൻ ഇന്നെടുത്ത് ചൊല്ലേണ്ട ഒരു കാര്യവുമില്ല. ദുരിതമൊക്കെ അകറ്റണേ നീ. ഈ ജീവിതത്തിലുള്ള ഇതെല്ലാം അറിഞ്ഞു, ഈ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണമേ എന്ന് മാത്രമേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയുന്നത് എൻ്റെ ഈ ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ. അടിയനിങ്ങ് ആരുമില്ല. ഈ ദുഃഖനിവൃത്തി വരുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതിനായി ഈ ലോകത്ത് അടിയന് ആരെയും അടിയൻ കാണുന്നില്ല. അങ്ങൊഴിയുന്നുവെങ്കിൽ, അങ്ങും കൂടി കൈയൊഴിയുകയാണ് എങ്കിൽ ഞാൻ സകലതും നഷ്ടപ്പെട്ടവനായിത്തീരും. അല്ലയോ ഭഗവാനെ, എൻ്റെ ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരേണ്ട ഭഗവാനെ, അങ്ങ് ഒഴിയുകയാണെങ്കിൽ, എന്നെ കണ്ടില്ല എന്നങ്ങ് നടിച്ചു കളയുകയാണെങ്കിൽ, ഇത്രയും ഞാനിവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം ഭഗവാൻ അറിയാം, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കേട്ടെന്ന് ഭഗവാനൊന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ. അത് കേട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എനിക്കെല്ലാം നഷ്ടപ്പെടും. ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തൃപ്തിയല്ലേ? നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കാതിരുന്നാലോ എനിക്ക് സങ്കടം ഉണ്ടാവും അല്ലേ? കഷ്ടം, ഞാൻ ഇത്രയും സമയം ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് ആരും ഒന്നും കേൾക്കണില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? സങ്കടം ഉണ്ടാവും. അതുപോലെ ഭഗവാനോട് പറയാണ്, ഭഗവാനെ, ഭഗവാനെല്ലാം അറിയാം, പക്ഷേ ഞാൻ ഈ പറയുന്നതൊക്കെ ഭഗവാൻ ഒന്ന് കേൾക്കണം, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ദുഃഖത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഇത് കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് ദുഃഖം ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങും കൂടി കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സകലതും നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ എന്താണ് ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിരിക്കുകയാണ് ഈ പിണ്ടനന്ദിയിൽ. ഈ പിണ്ടനന്ദിയിൽ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ തന്നെ എല്ലാ കൃതികളിലും ഭഗവാൻ നമുക്ക് ദർശനം തന്നിരിക്കുകയാണ്. പക്ഷെ ഈ ദർശനത്തെ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയണമെങ്കിൽ ഈ പിണ്ടനന്ദിയിൽ എന്താണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാവണം. എന്താവണം? നാം ശരീരമല്ല, അറിവാകുന്നു. ആ അറിവാകുന്ന ആ ചൈതന്യത്തിൻ്റെ കൂടായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കൂടെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ഈ ശരീരം ഉപേക്ഷിക്കേണ്ട സമയം എപ്പോഴാണ് വരുന്നത്? നമ്മുടെ അഗ്നിയിലേക്ക് കൊണ്ടുവെക്കുമ്പോഴെന്താണ്? ഈ ചൈതന്യം നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ശരീരം ശവമായി മാറും. അപ്പം നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഞാൻ എന്നുള്ള ഭാവം നമ്മളിലേക്ക് വരില്ല. അത് വരരുതേ എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. ഇത് ഞാനാണെന്നുള്ളൊരു ഭാവം നമ്മളിലേക്ക് വരരുത്. ഭഗവാൻ അനേകം കൃതികൾ നമുക്ക് നൽകി തന്നിട്ട് അവസാനം ഗുരുദേവൻ നമുക്കൊരു മന്ത്രം തന്നിട്ടുണ്ട്. എന്താണ്? ആദ്യം നമുക്ക് പ്രാർത്ഥന തന്നു അല്ലേ? കോലത്തുകറിയിൽ വെച്ചിട്ടൊരു പ്രാർത്ഥന തന്നു. ആ പ്രാർത്ഥന എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് എന്ത് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതെല്ലാം ഗുരുദേവൻ ഇത്രയും കൃതി തന്നിട്ടും ആ കൃതികളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവസാനം ഒരു മന്ത്രവും തന്നു. എന്ത് മന്ത്രം തന്നു? ഹോമമന്ത്രം. ഈ ഹോമമന്ത്രത്തിൻ്റെ 100ാമത്തെ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ അല്ലേ, വൃശ്ചിക മാസത്തിൽ. അപ്പോൾ ഈ ഹോമമന്ത്രത്തിൽ ഭഗവാൻ എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? ഓം അഗ്നേ തവയ തേജസ്തദ്ഭ്രമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി തുദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി
ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. അല്ലയോ അഗ്നിദേവ, അഗ്നിദേവനെ വിളിക്കുകയാണ്. അല്ലയോ അഗ്നിദേവ, നിന്റെ ഏതൊരു തേജസ്സാണോ അത് ബ്രഹ്മമാകുന്നു, അത് അറിവാകുന്നു. നമ്മൾ ദീപം കൊളുത്തിയപ്പോഴും ചോദിച്ചത് ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ അതിൽ നിന്നൊരല്പം പ്രകാശം എന്നിലേക്ക് തരണം. നമ്മൾ എവിടെയെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ വിളക്ക് തെളിച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അവിടെ ചൈതന്യം ഉണ്ടോ? ഇല്ലല്ലേ. നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ വിളക്ക് തെളിഞ്ഞത് കണ്ടില്ല എങ്കിൽ നമ്മൾ തൊഴുത് നിൽക്കാൻ മടിക്കും അല്ലേ? എന്തുകൊണ്ടാ? ആ ചൈതന്യത്തെ ആ വിളക്കിലൂടെ, ആ ദീപത്തിലൂടെ, ആ അഗ്നിയിലൂടെ നമ്മളെ ഭഗവാൻ പറഞ്ഞു തരികയാണ്. അല്ലയോ അഗ്നിദേവ, നിന്റെ ഏതൊരു തേജസ്സാണോ അത് ബ്രഹ്മമാകുന്നു. നിന്നെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ബ്രഹ്മമാണ്, അല്ലെ? പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ദൈവമാണ്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൈവമേ എന്ന് പറഞ്ഞ് നമ്മളിത് വിളക്കിൻ്റെ മുമ്പിൽ തൊഴാറുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ദൈവം എന്ന് പറയുന്നത് എന്താണ്? അഗ്നിയാണ്. നമ്മുടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിലെ അഗ്നി അല്ലേ? അതിലൊന്നാണ് അഗ്നി. ആ അഗ്നിയെ നമുക്കൊന്ന് കാണാൻ പറ്റും, ഈശ്വരനായി കാണാൻ പറ്റും, ദൈവമായി കാണാൻ പറ്റും. അല്ലയോ അഗ്നിദേവ, നിന്റെ ഏതൊരു തേജസ്സാണോ അത് ബ്രഹ്മമാകുന്നു. നിനക്ക് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്ന് 7 നാവുകളുണ്ട്. ഒന്ന് ചിന്തിച്ചോക്കെ, അതാരുടേതാപ്പം? ആ ചൈതന്യത്തിൻ്റെതാണല്ലേ. 5 ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ഇതൊക്കെ ആരുടേതാണ്? നിന്റേതെന്ന് പറയുകയാണ് ഇവിടെ. ഇതൊക്കെ 7 നാവുകൾ നിനക്കുണ്ട്. ഇതെല്ലാം വിഷയങ്ങളാകുന്നല്ലേ. ഈ ഇന്ദ്രിയങ്ങളാണ് ഈ വിഷയങ്ങൾക്കൊക്കെ കാരണങ്ങൾ. നമ്മുടെ മനസ്സ് നമ്മൾ ചിന്തിക്കുമ്പോൾ വിഷയമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പം ഇതിനൊക്കെ കാരണങ്ങളാകുന്ന ഈ വിഷയങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഇതാ അഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതാ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു. അവസാനം ഭഗവാൻ എന്ത് പറയുകയാണ്? ഞാനെന്ന് അല്ലേ, എന്നെ എന്തായിട്ട് മാറ്റുന്നു? നെയ്യായിട്ട് മാറ്റുന്നു. അപ്പോൾ ആ അഗ്നിയിലേക്ക് ഒഴുകി വിടാനുള്ള ആ നെയ്യായി അത് മാറുകയാണ്. ഇന്ധനമായി നമ്മൾ മാറണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഭഗവാനിൽ നമ്മളെ സമർപ്പിക്കുക. നമ്മൾ ഇന്ധനമായിക്കൊണ്ട് ഭഗവാനിലേക്ക് സമർപ്പിക്കുക. എങ്ങനെ? അഗ്നിയായി ജ്വലിച്ച് നിൽക്കണം. നമ്മൾ അറിവായി നമ്മൾ ജ്വലിച്ച് നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ഭഗവാൻ തന്നിരിക്കുന്ന ആ മന്ത്രത്തിൽ ഭഗവാൻ അവസാനം നമുക്ക് നൽകിയത് ഇതാ ഈ മന്ത്രവും കൂടിയല്ലേ. അഗ്നിയായി നമുക്ക് കാണാൻ പറ്റുന്ന ആ ബ്രഹ്മത്തിലേക്ക്, ആ അഗ്നിയായിട്ട് നിനക്ക് മാറണമെങ്കിൽ നീ അവിടെ നെയ്യായി അവിടെ സമർപ്പിക്കുക. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കണം. അപ്പം നമുക്ക് എന്തൊക്കെ അവിടെ വരുന്ന ആ ദുഃഖങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരും. അപ്പം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഈ കൃതികളിൽ, ഈ ദർശനങ്ങൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള ആ വഴിയെ സഞ്ചരിക്കുക. അപ്പം നമ്മളിപ്പോൾ ആ തുടക്കത്തിൽ എന്താ നമ്മൾ ചെയ്തത്? ധ്യാനമാണല്ലേ. നമ്മൾ തുടക്കത്തിൽ ചെയ്തത് ധ്യാനമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. നമുക്ക് ക്ഷേത്രങ്ങൾ എന്തിനായിരിക്കും ഭഗവാൻ നൽകിയത്? ഇതൊക്കെ പറഞ്ഞു തരണം. നാം ശരീരമാണ്, നമ്മൾ ഈശ്വരനാണ്. ഈശ്വരനെ തേടി ഒരു സ്ഥലത്തും പോകണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭഗവാൻ ഈ ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നമുക്ക് തന്നത്? അതൊരു ചെറിയൊരു സംശയം ഉണ്ടാവില്ലേ നമുക്ക്? ഭഗവാൻ പറയുന്നു നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ തേടി ഒരു സ്ഥലത്തും പോകണം. നമ്മൾ പല വേദികളിലും ഞാൻ ചൊല്ലാവുന്ന ഒരു ഗാനമുണ്ട്. എന്താണ്? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ആ ഗാനത്തിൽ അവസാനം എന്ത് പറഞ്ഞിട്ടുണ്ട്? അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണീശ്വരൻ്റെ സുന്ദരാലയം, സ്നേഹമാണീശ്വരൻ്റെ
സുന്ദരരൂപം. അപ്പൊ എവിടേക്കാ കടന്നത്? ഹൃദയത്തിലേക്ക് കടന്ന് അവിടെ ഇരിക്കുകയാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ രൂപം എന്താണ്? സ്നേഹമാണ്. അപ്പൊ നമുക്ക് ഈശ്വരനായി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, അല്ലേ? ആ സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. അപ്പൊ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തേടി ഇങ്ങനെ നടക്കണ്ട എന്ന് ഗുരു നമുക്ക് ഈ കൃതികളിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ അലഞ്ഞു ഓടി നടക്കുവാണ് ഈശ്വരനെ തേടി. അപ്പൊ ആ ഈശ്വരനെ കണ്ടെത്തി തരുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തന്നിരിക്കുന്ന കൃതികളിലൂടെ നമ്മൾ കടന്നു പോകണം. പക്ഷെ ഭഗവാൻ എന്തിനാണ്, നേരത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, എന്തിനായിരിക്കും ഈ പ്രതിഷ്ഠകൾ നമുക്ക് നൽകിയത്? 1888 അരുവിപ്പുറത്ത് ആ നെയ്യാറിന്റെ ആഴക്കയത്തിൽ നിന്നും മുങ്ങിയെടുത്ത് കൊണ്ടുവന്ന ശിലയോടുരുകി ചേറുമ്പോൾ, അല്ലേ, ഭഗവാൻ ആഴക്കയത്തിൽ പോയി മുങ്ങിയെടുത്തുകൊണ്ട് വന്ന ശിലയോടുരുകി ചേരുമ്പോ അവിടെ ജനഹൃദയങ്ങളില് ഈശ്വരീയതയെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഭഗവാൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി നിൽക്കുകയാണ് ആ സമയത്തല്ലേ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും അങ്ങ് എല്ലാവരും അതിലേക്ക് അങ്ങ് പോയിരിക്കണം. എന്താണ്? ജന്തുബലിയൊക്കെ കൊടുത്ത് മാടനെയും മറുതയൊക്കെ പൂജ നടത്തി ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഒരു ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമായിരുന്നോ? ഇല്ല. താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാർ, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭഗവാൻ ഇതിൽ നിന്നെല്ലാം നിമിഷ നേരം കൊണ്ട്, ക്ഷണനേരം കൊണ്ട്, അല്ലേ, ക്ഷണനേരം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്ത് ജനഹൃദയത്തിലേക്ക് ഈശ്വരീയത എത്തിച്ചു തന്നു. എന്നിട്ട് ഭഗവാൻ ഓരോ ദേശങ്ങളിലും അവിടെ എന്ത് മാറ്റം വരുത്തണമോ ആ മാറ്റം വരുത്തുവാൻ വേണ്ടിയായിട്ടാണ് ഭഗവാൻ ഈ പ്രതിഷ്ഠകളൊക്കെ നടത്തി നമുക്ക് നൽകുന്നത്. നമ്മുടെ കോലത്തുകരയിൽ 450 വർഷം പഴക്കമുണ്ടായിരുന്ന ഭദ്രകാളി വിഗ്രഹത്തെ ഇളക്കി മാറ്റിക്കൊണ്ട് അവിടെ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, അല്ലേ? ആ ശിവലിംഗത്തെ അവിടെ വെക്കുമ്പോൾ ക്ഷണനേരം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ഈ 450 വർഷം പൂജിച്ചു കൊണ്ടിരുന്ന ആ രൂപമൊക്കെ എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും മാറിയിട്ട് അവിടെ എന്തായി? ശിവഭഗവാനായി. അതാണ് കോലത്തുകര കൊടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ ഭാരതിയെ എന്ന് ആ നിമിഷ നേരം, ഒറ്റ നിമിഷം, അല്ലേ, ക്ഷണനേരം കൊണ്ട്. അത് നമുക്ക് കോലധീരേശസ്തവത്തിലും പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, ക്ഷണനേരം കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ക്ഷണനേരം കൊണ്ട് മാറ്റിത്തരുവാൻ ഗുരുവിനല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. എന്നിട്ട് ഗുരുദേവൻ ആ ദേശത്തിൽ ഇനിയൊരു തർക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് കോലധീരേശസ്തവം തന്നു. ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ പോലും കോലധീരേശസ്തവം കേട്ടാണ് വളരുന്നത്. ആരെങ്കിലും തർക്കിക്കോ? അവിടെ അന്ന് ഭദ്രയെ വെച്ച് ആരാധിച്ചിരുന്നതാണ്, അതുകൊണ്ട് ഇനി അത് മതി എന്ന് പറയൂ ആരെങ്കിലും? ഇല്ല. പിറന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോലും അത് ആ ഹൃദയത്തിൽ പതിപ്പിച്ചു. അതുപോലെ മണ്ണന്തലയിൽ, അതുപോലെ അനേകം പ്രതിഷ്ഠകൾ ഭഗവാൻ നമുക്ക് നൽകി തന്നത് അതാത് ദേശത്ത് മാറ്റേണ്ട വരുത്തങ്ങൾ മാറ്റിക്കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? ജനഹൃദയത്തിലേക്ക് ഈശ്വരീയത എത്തിച്ചു തരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ നമുക്ക് അക്ഷരപ്രതിഷ്ഠയും മുരുക്കുംപുഴയിൽ കാളകണ്ഠേശ്വരത്തിൽ അവിടെ സത്യം, ധർമ്മം, ദയാ, ശാന്തി, അല്ലേ, ഓമെന്ന് മധ്യത്തിൽ. ആ ഓമിനെ തിരിച്ചറിയണം നമ്മൾ. ഈ ഓമിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓംകാരത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? സത്യമുള്ളതായിരിക്കണം, ദയയുള്ളവരായിരിക്കണം, ധർമ്മമുള്ളവരായിരിക്കണം, അല്ലേ? ഇതുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും ഉള്ളിൽ എന്താണ് മുഴങ്ങുന്നതെന്നുള്ളത്. അതിനെ തിരിച്ചറിയണമെങ്കിൽ ഗുരു ഈ പറഞ്ഞു തന്നെ എഴുതി വെച്ചു എന്നല്ലേ. അത് കഴിഞ്ഞ് ഭഗവാൻ നമുക്ക് ദീപപ്രതിഷ്ഠ, കണ്ണാടി പ്രതിഷ്ഠ ഇതൊക്കെ നമുക്ക് നൽകുമ്പോൾ അവസാനം ഭഗവാൻ പറഞ്ഞു, വിഗ്രഹങ്ങളിലല്ല ദൈവം ഇരിക്കുന്നത്, അവനവൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് ദൈവം. നമുക്കിനി വേണ്ടത് എന്താണ്? വിദ്യാലയമാണല്ലേ. വിദ്യാലയങ്ങൾ, ഈ ക്ഷേത്രങ്ങളിൽ തന്നെ ഉദ്ദേശം എന്താണ്? നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലേ. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒന്ന് നമ്മളൊന്ന് കണ്ണടച്ചല്ലേ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയല്ലേ എവിടേക്ക് പോകുന്നു? നമ്മുടെ ഉള്ളിലേക്കാണ്. ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനോടാണ് പറയുന്നത്.
അതോ അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തോളിലാണോ നമ്മൾ പറയുന്നത്? അല്ല. അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തോടാണ് നമ്മുടെ സങ്കടം പറയുന്നത്. ഈ സങ്കടം പറയുവാനുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ. ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളൊക്കെ ആ നിയന്ത്രണത്തിലേക്ക് വരും. എങ്ങനെ വരും? നമ്മളവിടെ ചെന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ വിഗ്രഹമൊക്കെ ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ആ ഒരു ഒരുക്കി വച്ചിരിക്കുന്ന രൂപമൊക്കെ കാണുമ്പോൾ തന്നെ മഹാദേവനെ പോയി ഒരുക്കി വെച്ചിരിക്കുന്ന ചാർത്തിയൊക്കെ വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഭയങ്കര ഒരു ആനന്ദം ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ സുഗന്ധമൊക്കെ നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മൂക്കിൽ ആ സുഗന്ധം എത്തുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാവും. അവിടെയുള്ള മണിനാദവും പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് ആനന്ദമുണ്ടാകും. അവിടെയുള്ള പ്രസാദം അല്ലേ, പായസം, നമുക്ക് അവിടെ അമ്പലത്തിൽ പോയിട്ട് ഒരല്പം പായസം കഴിച്ചിട്ട് പോകാമെന്ന് നമ്മുടെ മനസ്സിലല്ല, നമ്മുടെ നാവിൽ ആനന്ദമുണ്ടാവുകയാണ്. പിന്നെ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പൂജയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എന്താണ് നമ്മുടെ തീർത്ഥമൊക്കെ തരുമ്പോൾ നമ്മൾക്ക് ദേഹത്ത് ഇങ്ങനെ തളിക്കാറുണ്ടല്ലോ. അവിടെ തീർത്ഥമൊക്കെ തളിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും. എന്തിനാണ്? ഒരു തുള്ളി നമ്മുടെ ദേഹത്തൊന്ന് വീഴാൻ വേണ്ടി. ആ ഒരു തുള്ളി വന്ന് നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? വല്ലാത്തൊരു ആനന്ദം ഉണ്ടാവും. അപ്പം നമുക്ക് ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ഈ പഞ്ച ഇന്ദ്രിയങ്ങൾക്കെല്ലാം ആനന്ദം ഉണ്ടാവുകയാണ്. ഈ എല്ലാ ആനന്ദവും നമുക്ക് വന്നിട്ടാണ് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ആരോട് പറയുന്നത്? ആ ചൈതന്യത്തോടാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തോട് നമ്മൾ പറയുവാൻ വേണ്ടി ആ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഭഗവാൻ നമുക്ക് നൽകിയത്. എന്നിട്ട് ഭഗവാൻ അവിടെ എന്താണ്? അവിടെ വായനശാല വേണം, പൂന്തോട്ടങ്ങൾ വേണം. എന്താണ് വായനശാല? നമുക്ക് കോലത്തുകരയിലെ മഹാപുണ്യമാണ് ഈ വായനശാല എന്ന് പറയുന്നത്. കാര്യം എന്തുണ്ടാ? ഭഗവാൻ ഇവിടേക്ക് എഴുന്നള്ളി, ഭഗവാനെ ഇവിടെ ഇരുത്തി, ഇവിടെ വെച്ച് പുഷ്പമർപ്പിച്ചു. ശ്രീകോവിലിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്നാൽ ഇത് ശ്രീകോവിലിനകത്താണ് ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത്. എന്തുകൊണ്ടാ? ഇതിനകത്ത് വെച്ചിട്ടാണ് ഭഗവാനെ പുഷ്പമർപ്പിച്ച് ഇവിടെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈ ശ്രീകോവിലിനകത്ത് നമുക്കൊരു 30 ദിവസം വന്നിരിക്കുവാനും ഗുരുവിൻ്റെ ദർശനങ്ങൾ അറിയുവാനും ഒക്കെ ഭാഗ്യമൊരുക്കി തന്ന ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ എല്ലാവരും നമസ്കരിക്കണം. കാര്യം ഇത്രയും വലിയൊരു അനുഗ്രഹം നമുക്ക് നൽകി. ഈ സുജനാനാം ചാരത്ത് വസിക്കുവാനുള്ള ഭാഗ്യം തന്നു ഭഗവാൻ. ഇവിടെ നിന്ന് കിട്ടുന്ന അമൃത് നമ്മൾ നുകർന്നു കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇത്രയും സമയം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ഇനി എനിക്കൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. നമ്മുടെ ഈ അറിവാണ് ഈശ്വരൻ പഠന ഗ്രൂപ്പിൽ പഠിക്കുന്ന കൊച്ചു മക്കളുണ്ട്. അവരുടെ ഒരു 2 കീർത്തനം നിങ്ങൾ കേൾക്കണം. ഇന്നിവിടെ നടന്നിട്ടുള്ള പിണ്ടനന്ദി അതുപോലെ വിനായകാഷ്ടകം ചെല്ലാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ മക്കളുടെ കീർത്തനങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം. എന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ പിണ്ടനന്ദി ഒന്ന് ചൊല്ലുകയും കൂടി വേണം. ഇത്രയും സമയം കൂടി ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കുക. അപ്പോൾ പിണ്ടനന്ദി ചൊല്ലാനും വിനായകാഷ്ടകം ചൊല്ലാനും 2 പേരും ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ഗുങ്കുരിഭ്യോ നമഃ. പിണ്ടനന്ദി ഗർഭത്തിൽ വെച്ചു ഭഗവാനടിയന്റെ പിണ്ടം എൻ പേരൻപെടും വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനുമൊക്കെ അങ്ങ് ശംഭോ
മണ്ണും ജലം കനലു അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിട്ടെരിയും കൊളുത്തേ ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്ദൻ പിണ്ടത്തിനൊന്നമൃതു നൽകി വളർത്ത ശംഭു കല്ലിനകത്തു കുടിവാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു. അന്നിക്കുടത്തിലമരുന്ന മരേന്ദ്രനും മറ്റെല്ലാവരുമിങ്ങിതിലിരുന്നു വളർന്നിടുന്നു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിലെന്തെന്നു കൊണ്ടിതു വളർത്തതഹോ വിചിത്രം. എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതൊന്നറിഞ്ഞാൽ അന്തത്വമില്ലതിനു നീ അരുളിയിടു ശംഭു. 4-5 മാസമൊരുപോൾ നയനങ്ങൾ വെച്ചു കാലന്റെ കൈലണയാതെ വളർത്തിനിയെ. കാലം കഴിഞ്ഞു കരിവിങ്കലിരുന്നു ഞാന കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭു. രേതസ്സു തന്നെ ഇതു രക്തമൊടു കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ. മാതാവുമില്ലവിടെയന്നു പിതാവുമില്ല താതൻ വളർത്തിയവനാണിവനിന്ന് ശംഭോ. അന്നുള്ള വേദന മറന്നതു നന്നുണർന്നാൽ ഇന്നിങ്ങു തന്നെരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനൊന്നു പൊറിവാതുലഞ്ചുമിട്ട് തന്നിട്ടു തന്നെ ഇതു എന്നറിയുന്നു ശംഭോ. എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവേർപ്പുമിട്ട് നൊന്തിഞ്ഞു പെറ്റു നരി പോലെ കിടന്നു പോവും നദന്താവതിഞ്ഞ് അടിയനൊന്നരുടേടു ശംഭോ. എല്ലാം അറിഞ്ഞു ഭഗവാനിവനെന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. എല്ലാരുമിങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെഴുതിയിലേറി വരുന്ന ശംഭു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിനായകാഷ്ടകം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമദ്ദേവവൃന്ദം ലസദ്ദേദകന്ദം ശ്രീരശ്രീമദുംദും ശ്രുതശ്രീമുഹുന്ദം ബൃഹച്ചാരുതുന്ദം ശ്രുതശ്രീസനന്ദം ജഡാഹീന്ദ്രകുന്ദം പജേഭീഷ്ടസന്ദം കില ദേവഗോത്രം കന്നദ്ദേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്ത്രം ദ്രഹീഭൂതപാത്രം സമസ്താത്തിദാത്രം പജേ ശൈവവീരം കരാരൂഢമോക്ഷം വിവപങ്കദക്ഷം ചലചാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിതമക്തവൃക്ഷം സുരാരീദുദക്ഷം പരാനന്ദഭക്ഷം പജേ ശ്രീശിവാസം സദാശം സുരേശം സദാ പാതുമീശം നിനാന്നോംഭവം ശാങ്കര പ്രേമഘോഷം ഹൃദശ്രീനിശേഷം
ലസദന്തകോശം ചലച്ചൂലപാശം പജേകൃത്തപാശം തദാനേകസന്തം സദാദാനവന്തം ഹുതശ്രീകരന്തം യജാസ്യം വിഭാന്തം കരാഗ്നീയരന്ധ്രം ത്രിലോകൈകവൃന്ദം സുമന്ദം പരന്തം പജേഹം പവന്തം ശിവപ്രേമപിണ്ഡം പരം സ്വർണവർണം ലസദന്തകണ്ഡം സദാനന്ദപൂർണം വിവർണപ്രഭാസ്യം ധൃതസ്വർണപാണ്ഡം ചലച്ചാരുഷുന്ദം പജേദന്തിദുന്ദം പജേദന്തിദുന്ദം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ 2 വർഷമായില്ല, അല്ലല്ല, കുട്ടികളുണ്ട്, ഇനിയും കുട്ടികളുണ്ട്. അവർ ഓൺലൈനിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂരെയുള്ള കുട്ടികളാണ്. വിദേശത്തിരുന്നു കൊണ്ടും പഠിക്കുന്നുണ്ട്. 2.5 വയസ്സായ ഒരു മകളും ഇപ്പം പഠിക്കുന്നുണ്ട്. 3 വയസ്സോട് കൂടി കിട്ടിയ അവന്തിക ഇന്ന് 11ഓളം കൃതികൾ മനഃപ്പാടമാക്കിയിരിക്കുകയാണ്. അവന്തികയല്ല, മേഘ മനോജ് പേരിട്ട് പോയിക്കൊണ്ട്. മേഘ മനോജ് 11ഓളം കൃതികൾ ഇന്ന് മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അതായത് സംസ്കൃത കൃതികൾ നമ്മൾ മുതിർന്നവർ പോലും പഠിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത സംസ്കൃത കൃതികൾ ഇന്നിപ്പോൾ സുബ്രഹ്മണ്യ കീർത്തനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് പഠിച്ചു തീർന്നു. ദേവി പ്രണാമ ദേവേഷ്ടകം, ബാഹുലയ അഷ്ടകം. അപ്പോൾ ഇങ്ങനെ 11ഓളം കൃതികൾ മനഃപ്പാടമാക്കിയൊരു കുട്ടിയാണ് ഈ മേഘ മനോജ് എന്ന് പറഞ്ഞ മകള്. അവന്തിക അതുപോലുള്ള അനേകം കുട്ടികൾ ഇന്ന് നമ്മുടെ അറിവാണ് ഈശ്വരൻ എന്ന ഈ പഠന ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ എത്തിയിട്ടില്ല. അടുത്ത മാസം ഈ ദുബായിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്ന ഒരു മകള്, 2.5 വയസ്സുള്ള ഒരു മകൾ എത്തുന്നുണ്ട്. അവൾ ഹോമമന്ത്രവും ദൈവദശകവും ഇപ്പോൾ പഠിച്ചു. ആ വാക്കുകൾ പോലും തിരിഞ്ഞു വരുന്നില്ല. പക്ഷേ അവൾ പഠിക്കുവാൻ കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മൾ അതിന് തയ്യാറാവണം. അമ്മമാരുടെ മടിയിൽ വന്നിരുന്നാണ് ഈ കുട്ടികളിത് പഠിക്കുന്നത്. കാര്യം എന്തുകൊണ്ടാ? അവരമ്മമാർ ചൊല്ലുന്നത് കേൾക്കുവാൻ വന്നിരിക്കുന്നു. അവർ ഇത് കേട്ടിങ്ങനെ ചൊല്ലുന്നു. അപ്പോൾ അവർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം വരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുട്ടികൾ ഇന്ന് ഈ അറിവാണ് ഈശ്വരനിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മമാരും കൊച്ചുമക്കളുമായിട്ട് ഒരു കുടുംബം എങ്ങനെയാണോ പോകുന്ന ആ ഒരു സന്തോഷത്തോടുകൂടി എല്ലാ ദിവസവും, ഞായറാഴ്ച ദിവസം ഒഴികെ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മണി മുതൽ 9:30 മണി വരെ ഈ പഠനം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഭാഗ്യം പഠിക്കാനും വരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാനിവിടെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ അനേകം കൃതികൾ ഇവിടെ ചൊല്ലുവാനുള്ള ഒരു ദിവസം നമുക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ചൊല്ലുവാനുള്ള ഒരു അപേക്ഷയും കൂടി ഇവിടെ നമുക്ക് സമർപ്പിക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ആഗ്രഹവും നമുക്ക് എല്ലാ ഭാഗ്യവും നൽകിയ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഗുരു തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു.